بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله ما شاء الله كان، وما لم يشأ لم يكن لها حول ولا قوة إلا بالله العلي العظيم. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. بسم الله الرحمن الرحيم. من عمل صالحا فلنفسه ومن أساء فعليها ثم إلى ربكم ترجعون. صدق الله مولانا العلي العظيم. وقال رسول الله صلى الله عليه وسلم: أكثروا من ذكر هذه اللذات. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا قلبي لا عهدي. إني إذا سامني ضيم يربعني أقول يا سيد الصلاة يا سندي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വളരെ പൊരുത്തത്തിലുള്ള ഒരു മജ്‌ലിസിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. അതിൻ്റെ ആവശ്യകതയും നിർബന്ധമായ അവസ്ഥകളുമൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ മുസ്ലിയാർ ഇവിടെ കണ്ടതുപോലെ പറഞ്ഞു. ഞാൻ ഇതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. വളരെ കുറഞ്ഞ സമയം നമുക്കുള്ളൂ അസറിൻ്റെ മുമ്പായിട്ട്. എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്ന കാര്യം. ഇതിൻ്റെ തുടക്ക കാര്യങ്ങളാണ് ഇന്ന് പറയാൻ നടക്കുകയുള്ളൂ. കുറച്ചൊക്കെ പ്രധാന ഭാഗത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാണ് കടക്കാൻ കഴിയുക. ഒരു മരണം ആസന്നമായ മുതൽക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ കാര്യങ്ങൾ സുന്നത്തായ ഒരുപാട് ഉന്നത്. സുന്നത്താണെങ്കിലും അതിമഹത്തായ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടുന്ന് ഇങ്ങോട്ട് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ സംസാരം ക്ലാസ് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുമിച്ച് കൂടി അത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മജ്‌ലിസിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അല്ലാഹു തന്ന ഇൽമിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൽമൊക്കെ കരസ്ഥമാക്കാൻ നമ്മൾ ഉസ്താദുമാർ പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാഹു അറിയിക്കുന്ന പ്രതിഫലം നൽകട്ടെ. ഈ മജ്‌ലിസിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ പറയാൻ മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരണം എന്നുള്ളത് എല്ലാവർക്കും അനിവാര്യമാണ്, ആവശ്യമാണ്, ആരും ഒഴിവില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മരിക്കാത്ത ആരുമില്ല, എല്ലാവരും മരണപ്പെട്ടു പോകും. ഒരാൾക്ക് മരണമാസന്നമാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളാണ് അയാളുടെ കാര്യങ്ങളൊക്കെ, അവിടെ സുന്നത്തായ കാര്യങ്ങൾ, ഫർദ് കിഫയായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മറ്റുള്ളതായ ആളുകളാണ്. അപ്പൊ അതിന് ഒരാൾ മരണപ്പെടുന്ന സമയം അല്ലെങ്കിൽ ഒരാൾക്ക് മരണമാസന്നമായി മരണത്തിന്റെ ആ സമയം ഉണ്ടല്ലോ, മരിച്ചിട്ടില്ല, മരണത്തിന്റെ ആസന്നമായ സമയം, ആ സമയത്ത് അവിടെയുള്ള ആളുകൾ ആരാണോ എങ്കിൽ ചിലപ്പോൾ അവരാണ് അതൊക്കെ ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, ചിലപ്പോൾ പല പുരുഷന്മാരും ഉണ്ടാവും. അവര് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. വേറെ ആൾ വരട്ടെ എന്നോ അല്ലെങ്കിൽ ഇന്ന ആളിനെ പറ്റി നല്ല അറിവുള്ള ആളുണ്ട് അയാൾ വരട്ടെ എന്നോ ഒന്നും ചിന്തിച്ച് വെക്കാൻ അവിടെ സമയമുണ്ടാകുകയില്ല. അയാൾ വരുന്നവരെ നീട്ടിയാൽ ചിലപ്പോൾ ആ കാര്യം നടക്കാതെ വരും. അപ്പം അതുകൊണ്ടാണ് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറയാൻ കാരണം. മരണമുണ്ട് എന്ന് എപ്പോഴും ഓർക്കൽ സുന്നത്തായ കാര്യമാണ്. ഇപ്പോഴും നമ്മളെ ഓർമ്മയിൽ മരണം വേണം.
ഏത് പ്രായത്തിൽ ജീവിക്കുന്നവരായാലും മരണം ഉണ്ട് എന്ന് ഓർക്കണം. മാത്രമല്ല മഹാന്മാർ പറഞ്ഞത് അതിന് തയ്യാറെടുക്കുകയും വേണമെന്നാ. തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിന് തയ്യാറെടുക്കല് തൗബത്തി റദ്ദിൽ മവാലിമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തൗബ ചെയ്യലുണ്ടാവും. നമ്മൾ തൗബ തന്നെയാണ്. ഈ വന്നുപോയ ദോഷങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും പറയാ. അതാണ് ഇപ്പൊ തൗബ. സൗഫിറുല്ലാഹിൽ അദീം എന്നൊരു വാക്ക് അതിൻ്റെ ഒരു വാക്കാണ്. അപ്പൊ തൗബ ശബ്ദത്തതായ തൗബയുണ്ട്. നാളെ എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം. ദോഷങ്ങൾ പൊറുക്കുക തൗബ ചെയ്യൽ കൊണ്ടാണ്. കാരണം എപ്പോഴാണ് മരണമെന്നറിയില്ല. ഞാൻ ചുരുക്കി പറയാം. അപ്പൊ എപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്ന് മരണമുണ്ട് എന്നുള്ള ഓർമ്മയും എപ്പോൾ മരണപ്പെട്ടാൽ എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടണമെന്നുള്ളതായ ചിന്തയും വേണം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. പുറത്തിൽ മവാലിമി എന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അനീതിയോ അനിഷ്ട കാര്യങ്ങളോ പറച്ചിലോ ചെയ്യലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പൊരുത്തപ്പെടിക്കണമെന്ന അതിൽ നിന്ന് രക്ഷപ്പെടുക. അത് വീട്ടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കടം മേടിച്ചിട്ടുണ്ട് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും അല്ലേ പറ്റിച്ച് നമ്മളെ പൈസ എടുത്തിട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ചേൽപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടാണ് ഒന്ന് മരണത്തിന് തയ്യാറാവേണ്ടത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആളുകളെ കാണുമ്പോൾ ഒക്കെ പൊരുത്തപ്പെടിക്കണമൊക്കെ നല്ലതാണ്. കാരണം എപ്പോഴാണ് മരണം എന്നറിയില്ലല്ലോ. മരണം വന്ന് ഞാൻ പൊരുത്തപ്പെടിച്ചിട്ട് വരട്ടെ എന്നുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെയാണ് മരണത്തിന് തയ്യാറാകുക എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അറിയാലോ, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രോഗം എന്നുള്ളതാണ്. രോഗം വരിക. ചില ആളുകള് കുറച്ചു കാലം രോഗത്തിൽ കിടന്നിട്ടാണ് മരിക്കുക. ചിലർ രോഗിയായി അങ്ങനെ മരിച്ചു പോകും. ചിലർക്ക് പെട്ടെന്ന് വലിയ രോഗമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പെട്ടെന്നുള്ളതായിരിക്കുന്ന മരണമായിരിക്കും. ഏതായാലും അവൻ മരിക്കുക തന്നെയാണ്. പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല, അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒന്നും പറയാനോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായ കാര്യങ്ങൾക്കൊന്നും കഴിയൂല എന്നാണ് അതിൻ്റെ മറ്റൊന്നുണ്ട്. അതാരും പെട്ടെന്നുള്ള മരണത്തോടുള്ള കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആപത്തുകൾ തൊട്ടും രോഗങ്ങളെ തൊട്ടും ഒക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ രോഗിയായി കഴിഞ്ഞാല് അവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്ക് പറഞ്ഞു പോരാനുള്ളത്. രോഗങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അഥവാ നമ്മളിൽ നിന്നൊരാ രോഗിയായി, കുടുംബക്കാരനാവും അയൽവാസിയാവും ബന്ധപ്പെട്ട ആളാവും അങ്ങനെ സങ്കല്പിച്ചാൽ മതി. ആ രോഗമായി കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞു അയാൾക്ക് രോഗമുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് സന്ദർശിക്കുന്ന സുന്നത്താ ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കാം. നമ്മൾ ചില കാര്യങ്ങൾ സുന്നത്താന്ന് വേണ്ട കാര്യമല്ല, വലിയ കൂലിയാണ് ഇതിലൊക്കെ. ഇപ്പൊ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ നടന്നുപോയി, അല്ലെങ്കിൽ വേറെ രീതിക്ക് പോയാല് ആ പോക്കും സന്ദർശിക്കലും വരവും അവിടെ ചെലവഴിച്ചതായ സമയങ്ങളും ഒക്കെ വലിയ ഒരു കൂലിയുള്ള പുണ്യമായ അമലായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയാത്തുൽ മരീദ് സുന്നത്തായ അമലാണ്. രോഗിയെ ഒന്ന് കാണാൻ പോവുക, വിഷയങ്ങളൊക്കെ ചോദിക്കുക, അതിന് വേണ്ടതൊക്കെ സഹായങ്ങളോ വേണ്ട വല്ല ഹെൽപ്പുകളോ ഒക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുക ഒക്കെ ചെയ്യുക. അതാണ് രോഗ സന്ദർശനം എന്ന് പറഞ്ഞാൽ. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞത്, ഇദാ ആദ അഖാവുൽ മുസ്ലിം, ഒരാൾ തന്റെ മുസ്ലിമായിരിക്കുന്ന ഒരു സഹോദരന്റെ രോഗം സന്ദർശിച്ചാൽ, അല്ലെങ്കിൽ സഹോദരി സന്ദർശിക്കാൻ പറ്റുന്നവർക്കുള്ള സഹോദരികളും സന്ദർശിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ അവന്റെ പോക്കും ആ സന്ദർശനമൊക്കെ ലം യദൽ ഫീ ഗുർഫത്തിൽ ജന്ന എന്ന അവന്റെ ആ പോക്കും വരവും ഒക്കെ ആ സമയം അതിന് ചെലവഴിച്ചതായിരിക്കുന്ന സമയമൊക്കെ സ്വർഗത്തിന്റെ പാതയിലാണ്. ഒരു സ്വർഗീയ റൂട്ടിലൂടെയാണ് അവന്റെ ആ സഞ്ചാരവും ആ പോക്കും അവിടെ കൈക്കലും ഒക്കെ ഒരു സ്വർഗീയ അവസ്ഥയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പതിനാളുകളുടെ നേട്ടങ്ങൾ കണ്ടോ, വലിയൊരു പ്രധാനമായ കാര്യമാണ്. മാത്രമല്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഖംസുൻ എന്ന റിപ്പോർട്ട് കാണാൻ സിത്തും എന്നുണ്ട്. ആറ് കാര്യങ്ങളാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ പറയില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഹഖുൽ മുസ്ലിം അയൽ മുസ്ലിം സിത്തുൻ എന്നുണ്ട്. സലാം പറയലുണ്ട്, അതുപോലുള്ള ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യലൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് രോഗം സന്ദർശിക്കുക എന്നുള്ളത്. വലിയ പുണ്യപ്പെട്ടതായിരിക്കുന്ന ഒരു അമലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗം സന്ദർശിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, യഹൂദിയായ കുട്ടി. ഒരു യഹൂദി കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്. പക്ഷെ റസൂലുള്ളാഹി ഖിദ്മത്ത് ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണുന്നു. ആ കുട്ടിക്ക് രോഗമാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഫാതാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഉദുഹു, ആ കുട്ടിയെ സന്ദർശിക്കാൻ റസൂലുള്ളാഹി പോയി.
അവിടെ മതമോ മറ്റൊന്നും നോക്കിയില്ല. അപ്പം അങ്ങനെ മറ്റുള്ള മതസ്ഥരെയും നമ്മളെ ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ രോഗം കാണാൻ പോകാം എന്ന് നിങ്ങൾ മനസ്സിലാവും. അങ്ങനെ ആ കുട്ടിയുടെ അടുക്കൽ പോയി കുട്ടിന്റെ രോഗങ്ങളൊക്കെ സന്ദർശിച്ചപ്പോൾ റൈസിഹീന തലയുടെ അരികിൽ ഇരുന്നു എന്നാ. രോഗം സന്ദർശിച്ചു വരുന്ന ആളുകൾ തലഭാഗത്തിരിക്കൽ സുന്നത്തുണ്ട്. അതിനൊക്കെ പിടിച്ചിട്ടായിരിക്കും ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പക്ഷെ അതിന് യഹൂദി കുട്ടിയായപ്പോ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി റസൂൽ പറഞ്ഞു അസ്ലിം എന്ന് പറയും. മോനെ മുസ്ലിം ആയിക്കോ, കടമയാണല്ലോ. അപ്പോ മുസ്ലിമായി കിട്ടിയാൽ വലിയ ഹൈറല്ലേ. മുസ്ലിം ആകാൻ വേണ്ടി പറഞ്ഞപ്പോ ആ കുട്ടിയുടെ വാപ്പ അടുത്തുണ്ടായിരുന്നു. വാപ്പാന്റെ മുഖത്തേക്ക് നോക്കി, മുസ്ലിം ആകട്ടെ, എന്താ ഉപ്പ നിങ്ങളുടെ അഭിപ്രായം എന്നാണ്. അങ്ങനെ നോക്കിയപ്പോ ഉപ്പ പറഞ്ഞു അബുൽ ഖാസിം, നീ അബുൽ ഖാസിമിന് വഴിപ്പെട്ടു. അബുൽ ഖാസിം റസൂലുള്ളാഹിന്റെ പേരാണ്. അപ്പോ നീ മുഹമ്മദ് നബി പറയുന്നത് പോലെ ചെയ്തോ എന്ന് പറയുകയും ആ കുട്ടി മുസ്ലിം ആവുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ സന്ദർശിച്ച് ഇങ്ങനെ പുറപ്പെട്ടു വരുമ്പോ റസൂൽ പറയുന്നുണ്ട് അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, ഈ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സന്തോഷത്തോടെ പുറപ്പെട്ടു പോരുന്നു. അപ്പൊ സന്ദർശിക്കാൻ പോയി എന്നുള്ളതാണ് നമ്മള്. അപ്പൊ അതുപോലെ റസൂലുള്ളാഹി തങ്ങള് സഅദ് റളിയല്ലാഹു തആല രോഗം സന്ദർശിക്കാൻ പോയി. അങ്ങനെ പലതും പോയിട്ടുണ്ട്. രണ്ടെണ്ണം ഉദാഹരണത്തിന് പറയാം. അങ്ങനെ ചെന്നപ്പോ സഅദ് റളിയല്ലാഹു രോഗത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ശ്ഫി സഅദാ, അല്ലാഹുമ്മ ശ്ഫി സഅദാ, അല്ലാഹുമ്മ ശ്ഫി സഅദാ, അല്ലാഹുവേ സഅദിന്റെ രോഗം നീ ശിഫയാക്കണേ 3 വട്ടം പറഞ്ഞു ഹദീസിലുണ്ട്. അപ്പൊ രോഗം സന്ദർശിക്കാൻ ചെല്ലുമ്പോ ആ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടുന്ന ദുആ ചെയ്യല് സുന്നത്താണ്, അത് നല്ലതാണ്. നമ്മൾക്ക് അറിയണ മാറി ദ്വാരിക്കാം. വലിയ അറബിയിലൊന്നും ചിലപ്പോൾ കഴിഞ്ഞില്ല. അത് സഹോദരന്മാർക്ക് കഴിക്കണ മാറി എന്റെ രോഗം ശിഫയാക്കട്ടെ, അല്ലെങ്കിൽ രോഗം ശിഫയാക്കട്ടെ, അത് ശിഫയാകും എന്നൊക്കെ ഒന്ന് പറയാൻ കഴിയാത്ത ആളുകളില്ലല്ലോ. അപ്പൊ നല്ലതാണ്. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ ഏത് രോഗിയുടെ അടുക്കൽ ചെന്നാലും ആ രോഗിയുടെ ശരീരത്തിൽ വലത് കൈ കൊണ്ട് രോഗിയുടെ ശരീരത്തിൽ ഇങ്ങനെ തടയുന്നവൻ. എന്നിട്ട് റസൂൽ പറയാറുണ്ട്, എന്റെ ലാബസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. അതൊരു സമാധാനത്തിന്റെ വാക്കാ. അറബി അറിയുന്നവർക്ക് ആ വാക്ക് കേട്ടാൽ നല്ലൊരു സമാധാനമായി. രോഗിന്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ സമാധാന വാക്കുകളാ പറയണ്ടേ. ലാബസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാബസ കുഴപ്പമില്ല, തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ഇതൊക്കെ ശാന്തമാണ്, അള്ളാഹ് ഉദ്ദേശിച്ച ശാന്തമാണ്, ശിഫയാണ്, അത് മേടിക്കാനൊന്നുമില്ല എന്നാണ് ആ വാക്കിന്റെ ചുരുക്കാർത്ഥം. അത്ര ഗൗരവമായി കൂട്ടണ്ട. തഹൂറുൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ച ഇതൊക്കെ ശാന്തമാണ് കേട്ടോ, ഇതൊക്കെ ശിഫയാകാന് വളരെ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഒരു സമാധാന വാക്ക് റസൂലുള്ളാഹി തങ്ങള് അറബിയിൽ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ അറബി അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഇല്ലെങ്കിൽ നമുക്കറിയുന്ന മലയാളത്തിലുള്ള ഒരു വാക്കൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. നമ്മൾ ചിലരോട് കൂടെ ആ രോഗിക്ക് നല്ലൊരു സമാധാനമാണ്. പിന്നെ രോഗത്തിന് ശിഫയാകാനുള്ള ദുആകളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതീബിൽ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്നൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതായാലും അത്രയും ഭാഗം ഇതിനെപ്പറ്റി പറയുന്നതോട് നിർത്തുകയാണ്. അപ്പം അതുകൊണ്ട് രോഗിന്റെ അടുക്കൽ ചെന്നാൽ, നമ്മൾ സന്ദർശിക്കാൻ ചെന്നാൽ, പ്രത്യേകിച്ചും സഹോദരന്മാരും തന്നെ മനസ്സിലാക്കാനുള്ളത് എന്താ, നമ്മൾ ചെന്നാൽ ആ രോഗി എത്ര പ്രയാസപ്പെട്ട രോഗമാണെങ്കിലും ഒരു സമാധാനം നമ്മൾ ചെന്നിട്ട് നമ്മളെ ഇടപെടൽ കൊണ്ടും നമ്മളെ സംസാരങ്ങളെ കൊണ്ടും അവിടെ കഴിച്ചുകൊണ്ട് ആ രോഗിക്ക് ഉണ്ടാവണം. അങ്ങനത്തെ വാക്കുകളായിരിക്കണം. അല്ലാതെ 1-2 സഹോദരന്മാരൊപ്പം പോയിട്ട് അവിടെ കുത്തിരുന്ന് കരഞ്ഞിട്ട് അതിന്റെ മുന്നിൽ കുത്തിരുന്ന് ഇനിയിപ്പോ ഇയാളെ കഥ എടുക്കാനില്ല കേട്ടോ, ഇതിപ്പോ അങ്ങേ അറ്റെത്തിക്കൂന്നൊക്കെ പതിക്കാൻ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ അത് കേട്ട് ആകെ പ്രശ്നമായി. മൂപ്പരൊന്നും കൂടി, മൂപ്പരെന്നല്ല ഞാനാണെങ്കിൽ ഞാനും തന്നെ പറയാം, എന്റെ മൂപ്പര് എന്നാ ഒന്ന് ഞാൻ തന്നെ മൂപ്പര് മനസ്സിലായി. അപ്പൊ അത് ഒക്കെ ആകെ പ്രശ്നമായി. ഇയാൾ കിട്ടി വരേണ്ടതെന്നൊക്കെ തോന്നുന്ന ആ രീതി ഒരിക്കലും നമ്മൾ ഉണ്ടാക്കരുത്. എത്രയായാലും അള്ളാഹുവിന്റെ റസൂൽ കുറച്ച് എന്താ ലാബസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, അത് കുഴപ്പമില്ല, ഇതൊക്കെ ശിഫയാകും, ഇതൊക്കെ വളരെ ശാന്തമാണ് എന്നാണ് ഒരു അർത്ഥം. അങ്ങനെയൊക്കെ വെക്കാലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വാക്കുകളായിരിക്കണം നമ്മളെ. അതാണ് ഈ രോഗിക്ക് വലിയ കിട്ടല. ഈ വരുന്ന ആളുകൾ ഒരു ശാന്തമായ വാക്ക്, സൗഹാർദ്ദമായ വാക്കൊക്കെ പറയാന്നുള്ള രോഗിക്ക് എന്തോ ഒരു കിട്ടലാച്ചിട്ട അതിലറിഞ്ഞ ഒരു മരുന്ന് രോഗിക്കില്ല. അതായിരിക്കും വലിയ ഒരു അനുകൂലമായ വാക്കാണിത്. അത്തരം വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുത്തിട്ട് അങ്ങനെ പറയണം.
അല്ലാതെ എടുത്തു പോയിട്ട് ഭയങ്കരമായ കരച്ചിൽ കരഞ്ഞ് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് എനിക്കത് കാണാൻ പറ്റല്ലോ, എനിക്കത് കേൾക്കാൻ പറ്റല്ലോ, പഠിച്ചവനെ ആ ഡോക്ടറെ ഒഴിവാക്കിയോ ഈ ഡോക്ടറെ ഒഴിവാക്കിയോ അൽസിബിന്നും തിരിച്ചോ മൗലാനിക്ക് പോകാൻ പറഞ്ഞിട്ട് പോയിട്ടില്ല, ഇങ്ങനെ ഒന്നും ഒരിക്കലും പറഞ്ഞു പോകരുത്. ചങ്ക ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ കേൾക്കാറും, എന്നാലും ഒന്നും പറയാൻ പറ്റൂല. കാരണം അതൊക്കെ പറഞ്ഞാൽ ഈ ആവർത്തിണ്ടാവും. അത്തരം അവസ്ഥകളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മള് അപ്പൊ രോഗം അങ്ങനെയൊക്കെയാണ്. അല്ലാഹു എല്ലാവിധ രോഗം തൊട്ട് നമ്മളെയും ബന്ധപ്പെട്ടവർ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ പല രോഗികളുണ്ട്, ഒക്കെ അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. ഇവിടെ വന്നവരിലും വരാത്തവരിലും കുടുംബത്തിൽ ഉസ്താദുമാർ ബന്ധപ്പെട്ടിട്ടുള്ള രോഗികളുണ്ട്. നമുക്കും പല രോഗങ്ങൾ അല്ലാഹു ഒക്കെ ശിഫയാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്ര മതി. ഇനി മുഹദ്ദബറിനെ പറ്റിയാണ് പറയുന്നത്. മുഹദ്ദബർ എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായ. നമ്മള് രോഗിന്റെ അടുത്തിരിക്കുകയാണ്, ഇനി രോഗിയെ നോക്കേണ്ട ഒരാൾക്ക് മരണം ആസന്നമാണ്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളെ വിളിച്ചു കൂട്ടും, ഒരാളെ താളം തെറ്റി കണ്ടാൽ ആദ്യത്തെ അവസ്ഥ മാറി ശ്വാസമൊക്കെ വലിക്കാൻ പ്രയാസം വരും, മരണമാസന്നമാണെന്ന് നമ്മളപ്പോൾ അറിയണം. രോഗിയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി അല്ലാതെ ഒരാൾ വീട്ടിലുണ്ട്, ആൾക്കൊരു മരണം പെട്ടെന്ന് ആസന്നമാവും, അയാള് ചിലപ്പോൾ ഈ ഗ്രോത്ത് വീണിട്ടുണ്ടാവും. വീണിട്ട് ആൾക്ക് ശ്വാസം വലിക്കൽ. ഇപ്പം നമ്മൾ ശ്വാസം ഇങ്ങനെ വലിച്ചു വിടുന്നുണ്ട്, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടേ നമ്മൾ ആരെങ്കിലും ഒരുങ്ങിയിരിക്കലുണ്ടോ? ഇല്ല. അത് സെക്കൻഡിൽ എത്ര ഉണ്ട് കണക്കൊക്കെ ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. സെക്കൻഡിൽ എത്ര ശ്വാസം നമ്മൾ വലിച്ചു വിടുന്നുണ്ട് ആരും അറിയില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയൊരു കുദറത്താണ് ഈ ശ്വാസത്തിന്റെ കാര്യം. അത് വിഷയമില്ലാത്തതുകൊണ്ട് പൈല പോണില്ല. അപ്പൊ നമുക്ക് ചിലപ്പോ രോഗിയായിട്ട് 2-3 ആളാണ് മരണസമയത്ത് ഞാനുണ്ടായിക്കണു. അവിടെ നിന്ന് കിട്ടാണ് മരണ സന്ദർഭം ഞാനൊന്ന് കണ്ട് മനസ്സിലാക്കിയത്. ആ ശ്വാസം ഇങ്ങനെ ശരിക്കും വലിക്കണം, ശ്വാസം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാതെ അവരിങ്ങനെ കഷ്ടപ്പെട്ട് എന്നിട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കി ഒരു കറകറാന്നുള്ളത് ഇതൊക്കെ. പിന്നെ ആ ശ്വാസം അങ്ങനെ നിൽക്കണം. അപ്പം അങ്ങോട്ട് പോയിട്ട് വേണ്ടതുപോലെ ഇങ്ങോട്ട് ഇപ്പം നമുക്ക് പോയിട്ട് അങ്ങോട്ട് കയറുന്നു ഇറങ്ങുന്നു. അങ്ങനെ ഇറങ്ങാത്തതുകൊണ്ടാണ് അവിടെ പ്രയാസം കാണുന്നത്, ഒരു ദിക്ക് കാണും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടാൽ പിന്നെ അത് അങ്ങനെ അവസാനിക്കലാം. അപ്പൊ അയാൾക്ക് മരണമാസന്നമായ സന്ദർഭമാണ്. അപ്പൊ ചില കാര്യങ്ങള് നമ്മൾ പ്രത്യേകമായ അവിടെയുള്ള ആളുകൾ ശ്രദ്ധിക്കാനുണ്ട്. മരണമാസന്നമായി ഒരാളിന് മരിക്കാൻ പോവുകയാണെന്ന്, മരണമാണ് സംഭവിക്കുന്നത്, അങ്ങനെ അത് പെട്ടെന്ന് ഉണ്ടാവില്ല. കുറെ ഒരാൾ കിടക്കും, ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരും, ചിലപ്പോൾ കുറെ ചൊല്ലിയിട്ട് വരും, ഒക്കെ ഉണ്ടാവാം. ഞാൻ ഒന്നും ഇല്ലാതെയും ഉണ്ടാവും. ചിലപ്പോൾ മൗനമായിട്ട് അങ്ങനെ കടന്ന് അങ്ങനെ മരിച്ചു പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പല അവസ്ഥയുമാണ് മരണ സമയത്ത്. അങ്ങനെ മരണം ആസന്നമായ ആ ആളെ, മറ്റേ രോഗമുള്ള അവസ്ഥയായിരിക്കും, ആ മരണം ആസന്നമായ ആ ആളെ കിടത്തലാണ് പിന്നെ അവിടെ ഒന്നാമത്. മരിച്ചിട്ട് കിടത്തണ ആ രീതി അപ്പോൾ തന്നെ കിടത്തണം എന്നാണ് പറഞ്ഞത്. അപ്പൊ കിടത്തിയില്ലെങ്കിൽ പിന്നെ മരിച്ചിട്ടുള്ള കിടത്തം നേരാക്കണം, അല്ല മാറ്റി കിടത്തുകയാണെങ്കിലും നേരാക്കണം. മരണം ആസന്നമായ ഒരാള് രോഗി അങ്ങനെ മരണമാസന്നമായ സന്ദർഭമാണെങ്കിൽ അയാളെ കിടത്തേണ്ടതായ രൂപമാണ് ഒന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ടത് ആദ്യം ആവാം, അങ്ങനെയൊക്കെ ആവാം. ഒന്ന് പറയാന്നുള്ളൂ. മുഹദ്ദബർ എന്ന് പറയും. മരണമാസന്നമായ ആളെ കടത്തേണ്ടത് ആ രീതി ഇപ്പം നമ്മളെ കടത്തലില്ല. വലതു ഭാഗത്തിന്റെ മേൽ ചരിച്ച് കിബിലയിലേക്ക് തിരിച്ച് കടത്തണം എന്നാണ് അതിൻ്റെ അബുദാലായ അങ്ങനെ അതിൻ്റെ ഒരു രൂപം. വലതു ഭാഗത്തേക്ക് ചരിച്ച്, പക്ഷെ ചരിച്ച് വലതു ഭാഗത്തിന്റെ മേൽ മനസ്സിലാവുമല്ലോ. വലതു ഭാഗത്തിന്റെ മേൽ വലതു ഭാഗത്തേക്ക് ആളെ വലതു ഭാഗത്തിന്റെ മേൽ കിടത്തി വലതു ഭാഗത്തേക്ക് ചരിച്ച് കിടത്താം. പക്ഷെ അതിനപ്പോൾ ഇവിടെ അല്ല ചുമരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്ത് റെഡിക്ക് ആവേണ്ടി വരും. അതാണ് കിബിലയിലേക്ക് മുഖം തിരിച്ച് വലതു ഭാഗത്തിന്റെ മേൽ ചരിച്ച് കിടത്തുക. അപ്പോൾ ഒരാളിനെ ഇങ്ങോട്ട് വലതു ഭാഗത്തല്ലേ ഇങ്ങോട്ട് ചരിച്ച് കിടത്തുക. പക്ഷെ ഇങ്ങോട്ട് വീഴാൻ പറ്റൂല, അതിന് ഇവിടെ എന്തെങ്കിലും വെച്ചു കൊടുക്കണം, അങ്ങോട്ടും വീഴാൻ പറ്റൂല. അവിടെയൊക്കെ ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ആ കടത്താൻ ചിലപ്പോൾ പ്രയാസമാകും. അധികം എൻ്റെ പള്ളയിന്മേലൊരു ഭാരമുള്ള വസ്തു വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വെക്കാൻ കഴിയാതെ വരും. ഒപ്പം സാധാരണ നമുക്ക് ഈ രീതിയിൽ സ്വീകരിക്കാൻ രണ്ടാമത്തെ രീതിയാണ് അത് കിബിലയിലേക്ക് തിരിച്ച് മലർത്തി കടത്തുക എന്നുള്ളതാണ്. മലർന്ന് കിടന്നോട്ടെ, കിബിലയിലേക്ക് തിരിക്കുക. അപ്പോൾ തലഭാഗം കിഴക്ക് ഭാഗത്തേക്കും കാൽഭാഗം ഉള്ളംകാല് കാൽഭാഗം പടിഞ്ഞാറ് ഭാഗത്തേക്കും വെച്ച് കടത്തിയാൽ മതി. മനസ്സിലായല്ലോ? കിബിലയിലേക്ക് തിരിഞ്ഞു എന്നാകാൻ വേണ്ടിയിട്ട് തലഭാഗം കുറച്ച് ഉയർത്താം. ഇതിലേക്ക് തലയുടെ താഴ്ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് വെച്ച് ഉയർത്താം, അല്ലെങ്കിൽ കട്ടിലിന്റെ കാലും എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉയർത്താം. മനസ്സിലാണ്ടാവുമല്ലോ? മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. വേണ്ടിയില്ല. അപ്പൊ പറയുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നിൽക്കേണ്ടത്. ഇവിടെ കിഴക്ക് ഭാഗത്തേക്ക് തലയാക്കിയിട്ട് ഉള്ളം കാലും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കടത്തിയിട്ട് തല ഒന്ന് ഉയർത്തി കൊടുത്താൽ മുഖവും ഉള്ളം കാലും കിബിലയിലേക്ക് തിരിയാലോ.
ആ രീതിയിൽ കിടത്താം. ആ റൂമിൽ സൗകര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ അതിനൊന്നും സൗകര്യമില്ലാതെ വരികയാണെങ്കിൽ പിന്നെ മലർത്തി കിടത്തിയിട്ട് വടക്ക് ഭാഗത്തേക്ക് തലയാക്കി മലർത്തി കിടത്താം. അങ്ങനെ കിടത്താം, അങ്ങനെയും കിടത്താം. ഈ കിടത്താണ് ഏറ്റവും നല്ലത്. മലർന്ന് കിടത്താം. തലയും കുറച്ച് ഉയർത്തി കൊടുക്കാം. അപ്പൊ തല മുഖവും ഉള്ളംകാലും കിബിയിലേക്കാവുന്ന രീതിയിൽ മയ്യത്തിനെ കടത്തി കൊടുക്കുക എന്നത്. മയ്യത്തല്ല, രോഗി മരിച്ചിട്ടില്ല, മരണം ആസന്നമായ സമയത്ത് തന്നെ അങ്ങനെ കടത്തി കൊടുക്കണം എന്നാണ് മഹാന്മാരും പറയേണ്ടത്. അതാണ് എൻ്റെ വിധി. അപ്പോൾ തന്നെ ആ രീതിയിൽ കടത്തണം. പിന്നെ മരിച്ചാലും അങ്ങനെ തന്നെയാണ് കടത്തേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ ആ രീതിയിലുള്ള കടത്തമൊക്കെ ശരിയാക്കണം. അപ്പൊ അവിടെ കൂടിയ ആളുകൾ ആരാണ് കയ്യിൽ വെച്ചാൽ ആ രീതിയിൽ കടത്തി. പിന്നെ അയാള് മരണത്തിന്റെ പ്രാണമാണല്ലോ, ആ സമയമാണല്ലോ, സക്കറാത്തിലല്ലേ. അപ്പൊ അയാൾക്ക് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ചൊല്ലിക്കൊടുക്കണം. വിലക്കൊരു ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കത്തക്ക രീതിയിൽ ചൊല്ലാൻ. അയാളെ അടുത്തുനിന്ന് മരിക്കാനുള്ള ആള് ആണായാലും പെണ്ണായാലും കന്ന് സങ്കല്പിക്കണം, ചൊല്ലിക്കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്താൽ മതി. നമ്മളങ്ങനെ ചൊല്ലാം. ബിലാ ഇൽഹാ എന്നാ പറഞ്ഞത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. കീർത്തിക്കണ്ട. ചൊല്ലി ഉപ്പ വാപ്പയെ സങ്കല്പിച്ചോളി, അപ്പ നിങ്ങൾ ചെല്ലിയില്ലേ, ചെല്ലൂടി, അല്ലെ ഉമ്മങ്ങൾ ചെല്ലിയില്ലേ, എന്താ ചെല്ലാത്ത അതൊന്നും പറയരുത്. നമ്മൾ ചൊല്ലി ഓർമ്മിപ്പിക്കാനാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കാനാ. അല്ല, നമ്മൾ ഓർമ്മിപ്പിക്കാൻ മുമ്പ് തന്നെ അയാളെ എല്ലാവർക്കും ചെല്ലിയാല് പിന്നെ നമ്മൾ ചൊല്ലിക്കൊടുക്കും വേണ്ട. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിയിട്ട് ചുണ്ടുമൊക്കെ നോക്കാം. അപ്പണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്. എന്നാ കൈ ഇന്ന് ചൊല്ലിക്കൊടുക്കണ്ട. ഒന്ന് ചൊല്ലി നോക്കുക, ഇന്ന് ചൊല്ലണ്ട. പക്ഷെ ആ ചൊല്ലിയതിന് ശേഷം പിന്നെ അയാൾ ദുന്നബിയായ സംസാരം എന്തോന്ന് സംസാരിച്ചു. എവിടെ ഇപ്പം എൻ്റെ മൂത്ത കുട്ടി എടുത്തു, അല്ലെങ്കിൽ എവിടെ ഉമ്മ എടുത്തു എന്ന് എന്തിനൊക്കെ ഒന്ന് ചോദിച്ചാൽ പിന്നെയും വേണം ചൊല്ലിക്കൊടുക്കുക. എന്തിനാ? മങ്കാന ആഖിറു കലാമി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പൊ അത് ഒന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. അത് അപ്പോൾ അവിടെയുള്ള ആളുകള് സ്ത്രീകളാണെങ്കിൽ അവർക്കും ചൊല്ലിക്കൊടുക്കുക, പുരുഷന്മാരുണ്ടെങ്കിൽ അവര്, സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകള്. അത് അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. നമ്മൾ ചൊല്ലിക്കൊടുക്കാൻ കഴിഞ്ഞോ ഇല്ല, അയാളെ ഓർമ്മ ചെല്ലാൻ ഓർമ്മയില്ലാതെ അങ്ങനെ മരിച്ചും പോയാല് വലിയ ആപത്താണല്ലോ. എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത് ചൊല്ലിക്കൊടുക്കുക എന്നുള്ള കാര്യം ലഖനോ മൗത്താക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ മരിക്കുന്നവർക്ക്, മൗത്താക്കുന്നതാണ് മരിക്കുന്നവർക്ക് മരണം ആസന്നമായ ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് കിടത്താൻ ശരിപ്പെടുത്താൻ പറഞ്ഞു. അത് രണ്ടാമതായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഷഹാദത്തിന്റെ വാക്ക് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ കീർത്തിക്കരുത്. ചൊല്ലി 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 എന്നൊന്നും പറയണ്ട എന്നാണ്. കാരണം പറയണ്ട എന്ന് പറഞ്ഞ രഹസ്യണ്ടേ. അപ്പൊ കാലിൽ ഇൻസാനും അക്ഷര ചെയ്യും ചെതലാന്ന, വലിയ തർക്കിക്കുന്ന ആളും വാശിയുള്ള ആളും മനുഷ്യനാന്ന. ചൊല്ലി എന്ന് പറയുമ്പോൾ വാശി വരുത്തരെ ആരപ്പച്ചിന്റെ ചെല്ലിക്കാൻ ഞാൻ ചെല്ലില്ലെന്നായിരുന്നു ചെല്ലിപ്പിച്ച എന്നൊക്കെ മനുഷ്യൻ അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ. അത് പാടും പറയേണ്ട ആവശ്യമില്ലല്ലോ, നോക്കണ്ടല്ലോ കേട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വാശി കൂടുന്ന ഖുർആൻ കണ്ടിട്ടേ കാലിൽ ഇൻസാനും അക്ഷര ചെയ്യും ചെതല. വലിയ തർക്കിക്കുന്ന ആളും വലിയ വാശി പിടിച്ചിരുന്ന ആളും മറ്റു ജീവിയൊന്നല്ല, മനുഷ്യനാ, ഇൻസാനാ. അപ്പൊ അതുകൊണ്ട് അത് വരും എന്ന അത് ഒരു തർക്കം, അയാൾക്കൊരു വാശി വരുമെന്ന് വെച്ചിട്ട് ചൊല്ലിക്കൊടുക്കി ചൊല്ലി എന്ന് പറയരുത്. അയാൾ കേൾക്കത്തക്ക വിധത്തിൽ അങ്ങനെ ചൊല്ലിയാൽ മതി. നല്ല നിലക്ക് മനസ്സിലാവുന്ന രീതിയിലും കേൾക്കുന്ന രീതിയിലും ചൊല്ലുക, അത് ചൊല്ലിക്കൊടുക്കണം. അതൊക്കെ എളുപ്പം ചെയ്യാതെ അതിലൊക്കെ എന്താ പ്രയാസമുള്ളത്? ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു പ്രയാസം മയ്യത്തിന്റെ ഭാഗത്തിലോ അല്ലെങ്കിൽ മരണം ആസന്നമായ ഭാഗത്തോ ചെയ്യാൻ ഒന്നിനും പ്രയാസമില്ല. ഒക്കെ എളുപ്പമുള്ള കാര്യങ്ങൾ ആർക്കും ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു തയ്യാറെടുപ്പ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഓർമ്മയിൽ നമുക്ക് വരും വേണം. അപ്പൊ അത് രണ്ട് കാര്യങ്ങളായി. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോ മരണക്കാൻ പോകുന്ന ആളല്ല, വെള്ളം കൊടുക്കണം. വെള്ളം ചിലപ്പോൾ ആവശ്യപ്പെട്ടാലും വെട്ടിലെങ്കിലും വെള്ളം കൊടുക്കണം എന്നുള്ളതാണ്. കുറച്ച് വെള്ളം അതിനനുസരിച്ച് കൊടുക്കണം. ക്ലാസ്സിൽ ഒന്നായിട്ട് വേറെ കൊടുക്കാൻ പറ്റൂല. അതുപോലെ സ്കൂളിലാക്കിയിട്ടോ അപ്പത്തെ അവസ്ഥക്കനുസരിച്ച് നമ്മൾ ചെയ്യണം. ചിലപ്പോൾ ശീലം നനച്ചുകാണ്ട് അതിങ്ങനെ ഉള്ളിൽ
വെള്ളം വെച്ച് കൊടുക്കൽ അങ്ങനെ ആയിരിക്കും. അയാളെ അവസ്ഥക്കനുസരിച്ച് നമ്മൾ ചെയ്യണം വെള്ളം കൊടുക്കാൻ. സ്പൂണിലാണ് കൊടുക്കാനായിട്ടും നല്ല വഴി ഇങ്ങനെ പറന്ന് കൊടുക്കുക, അത് ഇറക്കിയെന്ന് കണ്ടാൽ പിന്നെയും പറന്ന് കൊടുക്കുക. അങ്ങനെ തുടരായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. വല്ല തിരിപ്പ് പോയിങ്ങാണ്ട് പ്രശ്നമാവും. സ്പൂണിൽ വെള്ളം എടുത്തിട്ട് നല്ലോണം വായിൻ്റെ ഉള്ളിലൊക്കെ ആക്കി അപ്പോൾ ചിലപ്പോൾ കണ്ട് അങ്ങോട്ടേ കാണും. അപ്പോൾ പിന്നെ അങ്ങനെ ഇറങ്ങും. അങ്ങനെ നമ്മൾ ക്ഷമിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. വെള്ളം കൊടുക്കണേ, നമ്മൾ വെള്ളം കൊടുത്തിട്ട് ആ വെള്ളം കുടിച്ചോട്ടെ. വേറെ അവിടെ പ്രശ്നങ്ങളുണ്ടേ. മരണസമയത്ത് ഇബിലീസിൽ അഴിഞ്ഞ് ഏത് സമയത്തും നമ്മൾ പിന്നിന്ന് ഇവരുടെ നടക്കുക. നാം മരിക്കുമ്പോഴൊന്നും ഒഴിഞ്ഞിക്കോ അതുമില്ല, അപ്പോഴും വരുന്നാ പറയും. അവൻ വല്ല കേസായിട്ട് വല്ല കോപ്പ വെള്ളേറ്റ് വരുന്നാ പറയുന്നത്. അവൻ വന്നിട്ട് ഈ മരിക്കാൻ പോകുന്ന ആളോട് പറയും, ഈ വെള്ളമൊക്കെ എനിക്ക് തരാം, മരിക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ദാഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ വെള്ളമൊക്കെ എനിക്ക് തരാം, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറെ ഇലാഹ ഇല്ല. ഏറ്റവും വലിയ അള്ളാഹു ഓനാണ്, ബിലീസാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈമാൻ തെറ്റിക്കാണ്, ഈമാൻ തെറ്റാണ്. കുറച്ചൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും അള്ളാഹ് കാക്കട്ടെ. ആ സമയത്ത് ഈമാൻ പോയാൽ പോയില്ലേക്കായിരിക്കും. അപ്പം അതുകൊണ്ട് ഇവൻ പറയാണ്, വെള്ളപ്പാത്രമായിട്ട് ഇയാൾക്കാണെങ്കിലോ ഭയങ്കര ദാഹം, ഈ വെള്ളമൊക്കെ തരാം, നീ ഞാനല്ല ഇലാഹില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അള്ളാഹു കാക്കട്ടെ. വല്ല ഈമാനിയെ കുറവുകൊണ്ട് അതേറ്റ വെള്ളം കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ മരിക്കുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതുകൊണ്ട് ആ വെള്ളം നമ്മൾ എന്തെങ്കിലും നല്ല നിലക്ക് കൊടുക്കുക. അത് കൊടുത്ത് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ പിന്നെ അതിനോട് സമാധാനം ആ മരിക്കാൻ പോകുന്ന ആൾക്ക് വരും. അപ്പൊ ആ വെള്ളം കൊടുക്കുന്ന കാര്യം നമ്മളാരും മറക്കരുത്. അതിനാൾ വരട്ടെ, അല്ലെങ്കിൽ അയാൾക്ക് നല്ല എക്സ്പോർട്ടിന്റെ വെള്ളം കൊടുക്കല് അതൊന്നും കരുതണ്ട. നമുക്ക് വയ്ക്കണമാര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലെങ്കിൽ അവിടെ സംസം വെള്ളമല്ലല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ കൊടുക്കുക അതൊന്നും കരുതണ്ട. സംസം വെള്ളം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. സംസം വെള്ളത്തിന് വേണ്ടി നട്ടോട്ടോടി മണ്ടൊന്നും വേണ്ട, കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മളെ നല്ല തന്നെയും നല്ല കൊടുക്കുക, വെള്ളം കൊടുക്കുക. ഏതാ വെള്ളം കൊടുക്കുക? സംസം വെള്ളം ഒന്നും ഇവിടെ ഇല്ലല്ലോ, ഞാൻ ഇന്നലെ സംസം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, അതൊന്നും കൊടുത്തിട്ടില്ല. അതൊന്നും അവിടെ പറയാ വേണ്ട. നമ്മക്ക് അല്ലാഹു തന്ന വെള്ളല്ലേ, അത് കൊടുക്കുക. അല്ല സംസമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഹൈറാണ്, അൽഹംദുലില്ലാ. അതിന്റെ പുണ്യം കൂടി കിട്ടും. അപ്പൊ തൗഫീഖ് നൽകട്ടെ നമുക്കൊക്കെ. സംസം വെള്ളം കുടിച്ച് മരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി അതിന്റെ പുണ്യം കിട്ടും. ആകെ തൗഫീഖുള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പൊ വെള്ളം കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. അപ്പൊ ഈ കിടത്തത്തിന്റെ കാര്യം അതുപോലെ ചൊല്ലിക്കൊടുക്കല് ചെറിയ ചെറിയ എളുപ്പമുള്ള കാര്യങ്ങളർത്ഥം, ചെറിയ കാര്യങ്ങൾ എളുപ്പമുള്ള കാര്യങ്ങളാണ്. അതുപോലെ വെള്ളം കൊടുക്കണം. പിന്നെ ഒരാൾ മരിച്ചിട്ടില്ല, മരണത്തിന്റെ ആ സക്കറാത്തിൽ ഇങ്ങനെ കടന്ന് ശ്വാസം വലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, എപ്പോഴാ ചുറ്റി നിൽക്കുകയാണ് നമ്മൾ. അങ്ങനത്തെ ആ സന്ദർഭം ഉണ്ടാവുമല്ലോ. ഒന്നിങ്ങനെ സങ്കല്പിക്കുകയും സഹോദരന്മാരെ സഹോദരിമാരെ, ആ സമയത്ത് ഇപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞു. ഇനി അപ്പോ അവിടെ കൂടിയ ആളുകൾ ഒക്കെ പാടെ വർത്താനം പറഞ്ഞ് ഒച്ചയും കൂടി ഉണ്ടാക്കണ്ട. യാസീൻ എല്ലാവർക്കും അറിയുമല്ലോ, വേഗം യാസീനോടാ. ഇതിന് മുമ്പുമാണ് യാസീനോദി പിന്നുണ്ട്. അവിടെ കൂടിയ ആളൊക്കെ യാസീനോടാണ്. ആയിട്ട് സൗണ്ട് ഇട്ട് ഓതണ്ട, ഒരു മിതമായ സൗണ്ടിൽ യാസീൻ ഓതിക്കൊണ്ടിരിക്കണം. ഓതാൻ കഴിയുന്നത്ര സ്ത്രീകൾക്ക് ഓതാൻ പറ്റുന്ന സമയമാണെങ്കിൽ സ്ത്രീകളും, പുരുഷന്മാർക്ക് എപ്പോഴും ഓതാൻ പറ്റുമല്ലോ. അപ്പൊ അത് യാസീൻ ഓതിക്കൊണ്ടിരിക്കണം. അത് വളരെ ഒരു നല്ല കാര്യമാണ്. ആ യാസീനൊക്കെ ഓതല്, നമ്മുടെ യാസീൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മയ്യത്തിന് അയാൾ സക്രാത്തുൽ മൗത്തിലാണ്, മരണത്തിന്റെ വേദനയിലായിരിക്കും. ചിലപ്പോൾ നമ്മളറിയില്ലല്ലോ എത്ര കണ്ട് വേദന ഉണ്ട് എന്ന് പറയാൻ കഴിയൂല. മരണത്തിന് അസഖ്യമായ വേദനയുണ്ട് ഹദീസിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് അവിടെ ഇങ്ങനെ കണ്ടു, അലാ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, ആയിഷ ബീവി എടുത്തുണ്ട് പറഞ്ഞു, ഈ മരണത്തിന് അസഖ്യമായ വേദനയുണ്ട് ആയിഷ. അപ്പൊ ആയിഷ ബീവി വെള്ളത്തിൽ കൈവച്ച് റസൂലുള്ളാഹിനെ നെറ്റിത്തളക്കെ വിയർത്ത് അവിടെ എങ്ങനെ തടയി കൊടുത്തു എന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ യാസീൻ ഓതണം. അതൊക്കെ അപ്പൊ ചെയ്യേണ്ട സുന്നത്തുകളാണ്. ആ സ്പോട്ടിൽ തന്നെ നമ്മളെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതിന് മൂലരില്ലല്ലോ, ഇവിടെ മല്ലാക്കല്ലല്ലോ, ഒന്നും വേണ്ട. അവിടെയുള്ള ആണുങ്ങളോ അവിടെയുള്ള സ്ത്രീകളോ അത് ശരിക്കും അങ്ങനെ ഓതണം. അപ്പൊ ഒരു യാസീൻ ഓതിയാൽ മരിച്ചണില്ല, എന്താ ഇട്ട ഒന്നും കൂടി ഓതന്നെ, ക്ഷീണിക്കണ്ട. അയാൾ മരിച്ചുമ്പോ മരിച്ചോട്ടെ, നമ്മൾ മരിപ്പിച്ചൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് അയാൾ മരിച്ചോളം അങ്ങനെ യാസീൻ 2-3 യാസീനൊക്കെ ഓതുമ്പത്തിന് അങ്ങനെ നിൽക്കും, പോകാണ്ട് പോവും കേട്ടോ. പഠിച്ചോനെ നമുക്കൊക്കെ ഉള്ള കാര്യമാണ്. അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ എല്ലാ സന്ദർഭത്തിലും. അപ്പോ ആ യാസീനോദ മറ്റു വർത്താനത്തിന്റെ സംസാരങ്ങളൊക്കെ നിർത്തിവെക്കുക. എല്ലാവരും യാസീൻ. പിന്നെ എല്ലാവരും യാസീന്റെ കാര്യം, കുറച്ച് ആൾക്കാർ ഒരു കാര്യം മറക്കണ്ട, റഅദ് സൂറത്തോടാണ്. സൂറത്തു റഅദ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്, അതും ഓതിക്കൂടെ. മരിച്ചിട്ടില്ല കേട്ടോ, അതിന് മുമ്പുള്ള അവസ്ഥ പറയുന്നത്. റഅദ് സൂറത്തോടാണ്. ഖുർആനിൽ നോക്കിയാൽ കാണും, പരിചയത്തിലുണ്ടാവില്ലേ, അതിന് കുറച്ച് നോക്കിയാൽ സൂറത്തു റഅദ് കാണും.
ഇപ്പം എല്ലാത്തിലും ഉണ്ടല്ലോ പട്ടിക, ഫേറസ്തൊക്കെ ഉണ്ടല്ലോ, അതിൽ നോക്കിയാൽ അത് മറിച്ചിട്ട് കുറച്ച് ആൾക്കാർ റായത് സൂറത്ത് ഓതുക. അത് ചിലപ്പോൾ കാണാതറിഞ്ഞോന്നില്ല, നോക്കി ഓതേണ്ടവരും മൊബൈലും കാര്യത്തിലൊക്കെ എല്ലാം ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ ഇഷ്ടം പോലെ വീട്ടിലുണ്ട്, എടുത്തു തന്നെ. അതുപോലെ യാസീൻ ഓതുക. അങ്ങനെ അയാളെ യാത്രയപ്പിന് വേണ്ടി നമ്മൾ യാസീന് റായത്, അയാളിവിടെ ആ മരിക്കാൻ പോകുന്ന ആളിവിടെ മരണത്തിൻ്റെ ഇങ്ങനെ കഴിഞ്ഞു കൂടുക. അപ്പോൾ ആ മഹാന്മാർ പറയുന്നു റായത് സൂറത്ത് ഇതിനോട് പറയാം, അയാളെ റൂഹ് പുറപ്പെട്ടു പോകാൻ അത് എളുപ്പമാകും. അയാളെ റൂഹ് പുറപ്പെട്ടു പോയ റൂഹ് ഇങ്ങനെ പിടിച്ചു വരികയാണ്, തള്ളാവരലെന്നാണ് റൂഹ് പിടിച്ചു വരുന്നതെന്ന് പറയുന്നു. അവിടെ ഇങ്ങനെ പിടിച്ചു വന്നാൽ പ്രയാസപ്പെട്ട് ഇങ്ങനെ പോകുക, അവിടെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെ ചലനം മറ്റിങ്ങനെ വരല്ലേ, വന്ന് ഇങ്ങനെ ഒരു കൽപ്പിൽ വരികയാണ്. അപ്പോൾ വേഗം ആയി കിട്ടിയാൽ സുഖമാണ്. അല്ലെങ്കിൽ ഇയാൾ വല്ലാതെ നെരിഞ്ഞു മൂടി മരിക്കാൻ പോകുന്ന ആൾ കിടന്ന് ബുദ്ധിമുട്ടാവുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ റായത് സൂറത്തൊക്കെ ഓതിയാല് എളുപ്പമാകും, പുറപ്പെട്ടു പോകാൻ എളുപ്പമാകും. അപ്പൊ യാസീൻ സൂറത്തു റായത് ഒക്കെ മരിക്കാൻ പോകുന്ന ആ മരണം ആസന്നമായ ആളുടെ അടുക്കൽ വെച്ച് ഓതൽ സുന്നത്തായ കാര്യമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പ്രത്യേകമായി മനസ്സിലാക്കാം. മാത്രമല്ല റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട് അന്നഹു യമൂതു റയ്യാന, റായത് സൂറത്ത് മരിക്കുമ്പോൾ റായത് സൂറത്ത് ഓതിയാൽ അയാൾ റയ്യാനായിക്കൊണ്ട് മരിക്കുന്ന, ദാഹം തീർന്നവനായിട്ട്, വലിയ ദാഹമില്ലാതെ മരിക്കട്ടെ. ഒന്ന് വയദുഖുലു ഖബറഹു റയ്യാന, അയാളെ കബറിൽ ആൾ റയ്യാനായിട്ട് പ്രവേശിക്കും, ദാഹം തീർന്നവനായിട്ട്. അത് വലിയൊരു നേട്ടമാണ് നേരത്തെ ദാഹം തീരാനുണ്ട്. വയഹുജുമിന്നറിയാന, ആ കബറിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന അവിടെ പ്രസംഗിച്ചല്ലോ, ആ പുറപ്പെട്ടു പോരുന്ന സമയത്തും റയ്യാനായിട്ട് ആ ദാഹമില്ലാതെ പുറപ്പെട്ടു പോരും. അപ്പൊ ഈ റായത് സൂറത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടമാണ് അയാൾക്ക്. അപ്പൊ നമ്മളെ ഉമ്മ സഹോദരി ഭാര്യ ഭർത്താവ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ. അപ്പൊ അവർക്ക് ചെയ്യുന്ന ഒരു വലിയ നേട്ടമാണ് ആ മരണമാസന്നമായ സമയത്ത് നമ്മൾ യാസീൻ സൂറത്ത് ഓതി കൊടുക്കുക, റായത് സൂറത്ത് ഓതുക എന്നുള്ളത് ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുന്നത്തുള്ള കാര്യങ്ങളാണ്, എല്ലാവരുടെ ശ്രദ്ധയിലുണ്ടല്ലേ. അത് നമുക്ക് ഓർമ്മ ഉണ്ടാകാനോ നമ്മൾ കൊണ്ടുവന്നു എന്ന് മാത്രം. സഹോദരിമാരുടെ ശ്രദ്ധയിൽ ഇത് പ്രത്യേകമാണ് കേട്ടോ. ചിലപ്പോൾ ഒരാൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ മാത്രമാണ് ഉണ്ടാകുക, വീട്ടുകാരൊക്കെ പുറത്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ആളയച്ച് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ഒരു വല്ല ചുറ്റുപാട് അറിഞ്ഞ് വരുമ്പത്തിന് ഇവിടെ സംഗതി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളായിരിക്കും ഉണ്ടാകുക. അതിൽ വയസ്സോ മറ്റോ നോക്കരുത്. ഏത് സഹോദരി ആയാലും ചെയ്യാൻ പറ്റുന്ന, ഓതാൻ പറ്റുന്ന സഹോദരിയാണെങ്കിൽ ഓതിയാൽ മതി. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും നമ്മളെ ശ്രദ്ധയിൽ ഇതൊക്കെ ഉണ്ടാവണം എന്ന് പ്രത്യേകമായി എല്ലാവരും ഉയർത്തിക്കൊടുക്കുകയാണ്. പിന്നെ ആ മരണമാസന്നമായ ആൾക്ക് എന്ന അവിടെ ആവുന്ന നല്ലതാ. അയാൾക്ക് ശ്രദ്ധയൊക്കെ വരുന്നുണ്ടെങ്കിൽ അയാളെ റബ്ബിനെ കൊണ്ടുള്ള ആ വിചാരം നന്നാക്കി കൊടുക്കുക. അയാൾ പോകുകയാണ്, ഇനി ഞാനാണെങ്കിൽ ഞാൻ അല്ലെ നമ്മളൊക്കെ ഓരോരുത്തരും മരണസമയത്ത് ഞങ്ങൾ മറവിട്ട് പോകുകയാണ്, ദുഞ്ഞാവെന്ന് പുറപ്പെടുകയാണ്, യാത്രയാവുകയാണ്. അപ്പൊ അള്ളാഹുമായിട്ടുള്ള ആ വിചാരം തന്നെ നന്നാക്കി കൊടുക്കണമെന്നാണ്. അപ്പൊ നമ്മള് സക്രാത്തിന്റെ സമയത്താകുമ്പോൾ ശ്രദ്ധയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ആരാച്ചാളെ പേര് വിളിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ആളുമായി ബന്ധം, ചിലപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഉപ്പ സഹോദരൻ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അയൽവാസിയൊക്കെ ആയിരിക്കും, വിളിച്ച് പറയാം അള്ളാഹുവിനെ കൊണ്ട് നല്ല വിചാരം ഉണ്ടായിക്കോട്ടെ കേട്ടോ, അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും, അള്ളാഹുവിന്റെ കരുണ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളെ വളരെ നല്ല മനുഷ്യനായിരുന്നു. ഇങ്ങനെ നല്ല 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 സംസാരങ്ങൾ അള്ളാഹുമായിട്ടുള്ള തന്നെ ആ വിചാരം നന്നാകുന്ന ഒരു വർത്താനം, നന്നാകുന്ന രീതി നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഫുഖഹാക്കളായ പണ്ഡിതന്മാർ പറയുന്നു. അവിടെ നല്ലതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വയസ്നുൽ ദന്ന ബില്ലാഹ്. അത് നമുക്കും വേണം, നടക്കുമ്പോഴും വേണം, നമ്മളെ മരണസമയത്ത് നമ്മളെ സ്വമേധയാണ് നമുക്ക് വേണം. അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും, അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യും, അള്ളാഹു കരുണ ചെയ്യും, അള്ളാഹു ശിക്ഷിക്കൊന്നും അയക്കൂല എന്നുള്ളതായ തന്നെ വേണം. പക്ഷെ അങ്ങ് ഉറപ്പിച്ച് കരുതട്ടോ, ഇന്നൊന്നും ശിക്ഷിക്കൂല അങ്ങനെ പറയുന്നട്ടോ. എനിക്ക് ശിക്ഷ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ആരാന്ന് എനിക്കറിയോ, അങ്ങനത്തെ രീതി അല്ലത്. അതൊക്കെ മറ്റവർക്കാന്തപ്പെട്ടതാ, അതൊന്നും കാര്യമല്ല. പിന്നെ അള്ളാഹു ശിക്ഷിക്കുക, ഞാൻ സാധുവല്ലേ, ഞാൻ അള്ളാഹിന്റെ റസൂലിനെ ഓർത്ത് നടക്കുന്ന ഒരു പാവല്ലേ, അള്ളാഹുവിനെ ശിക്ഷിക്കുന്ന ആൾക്കാരെ പഠിച്ച റബ്ബല്ലേ, ഇങ്ങനെയുള്ള ചിന്തയാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് സ്വമേധയാ വേണം. നമ്മളെ മരിക്കാൻ പോകുന്ന ആൾക്ക് നമ്മുടെ വാക്കിലൂടെ അയാൾക്ക് കിട്ടുന്ന രീതിയിലുള്ളതായ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയും വേണം. ഇങ്ങനെയൊക്കെ നല്ലത് പറയാം. ചില ആളുകൾക്കുണ്ട് എപ്പോഴും എന്തേലും വേണ്ടാത്തത് എപ്പോഴും പറയുള്ളൂ. ആരും കുറ്റം പറയില്ല, സഹോദരിമാരൊക്കെ വളരെ നല്ല ആളുകളാണ്. ഇനി അപ്പം നിങ്ങൾ എന്തേലും പറഞ്ഞു പോകരുത്,
നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, നിങ്ങൾ എന്നെ കാട്ടിയ എനിക്കൊക്കെ ഓർമ്മ എന്നൊന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയത്. അതുപോലെ അമ്മക്കൂടെ ചിലപ്പോൾ ഇത് കുറച്ച് കണക്കവിടെ ഇന്നേറ്റ് കാട്ടിക്കൂട്ടി അതൊന്നും അപ്പം പറയരുത്, അതൊക്കെ പുറത്ത് ഇനി എന്ത് കാട്ടിക്കൂട്ടൽ കഴിഞ്ഞില്ലേ. അപ്പം അതാണ് പറഞ്ഞാൽ നല്ലൊരു ഭാവന ഉണ്ടായി കൊടുക്കുന്ന വർത്തമാനം നമുക്കുണ്ടാകണം, മരിക്കാൻ പോകുന്ന ആൾക്കും ഒക്കെ ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മഹാന്മാരായ ആളുകൾ കിതാബിൽ ശരിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ രീതിയിൽ കിടത്തുക എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞാൽ ആദ്യം ചൊല്ലിക്കൊടുത്ത് പിന്നെ കിടത്തിയാലും മതി, അങ്ങനെയല്ല. ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത് വെള്ളം കൊടുക്കണം, അത് കണ്ടതുപോലെയൊക്കെ ആവണം. പിന്നെ യാസീൻ സൂറത്ത് ഓതണം, റായിദ് സൂറത്ത് ഓതണം. പിന്നെ അല്ലാഹുമായിട്ടുള്ള വിചാരം, നന്നാകുന്ന വാക്കുകൾ നമ്മൾ പറഞ്ഞ് അങ്ങനെ നല്ലൊരു രീതി അവസ്ഥ ഉണ്ടാക്കി തീർക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. ആ മുഹത്തവറിൻ്റെ അടുക്കൽ, മരണം ആസന്നമായ ആളുടെ അടുക്കൽ വെച്ച് ചെയ്യേണ്ടതായ കാര്യങ്ങൾ, മരിച്ചാൽ പിന്നെ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അത്തരം കാര്യങ്ങളൊക്കെ അപ്പം ചെയ്യണം. അതൊക്കെ നമ്മൾ ചെയ്തു. അല്ലാഹു കണക്കാക്കിയതായിരിക്കും ആ കരച്ച് ആ സെക്കൻഡിലുണ്ട് എത്തുമ്പോഴേ മരിക്കുള്ളൂ, അതുവരെ റൂഹുണ്ടാവും. അങ്ങനെ അള്ളാഹു കരറ്റാക്കിയ ആ കരച്ച് വെച്ച ആ സെക്കൻഡിൽ എത്തിയ അയാളെ റൂഹ് അങ്ങോട്ട് പിരിയും. റൂഹാൻ പിരിഞ്ഞു പോയാൽ അയാൾ മാത്രം മരിച്ചു എന്നാണ്. മരിച്ചു, അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പ് വന്നു. ചലനമൊക്കെ അറ്റു, ശ്വാസങ്ങളൊന്നും ഇപ്പം കിട്ടണില്ല. അങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ ശ്വാസം വരുന്നില്ല, അല്ലെങ്കിൽ മൂക്കിൻ്റെ അവിടെ ശ്വാസം വരുന്നില്ല, മറ്റേ ചലനമറ്റ് കടന്നു. അപ്പം മരിച്ചു എന്ന് ഉറപ്പ് നമ്മളെ എല്ലാ അടയാളങ്ങളെ കൊണ്ടും ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില ഡോക്ടറെ കൊണ്ടുവന്ന് ഉറപ്പിക്കാറുണ്ട്. ശരിക്കും ഉറപ്പ് കിട്ടുന്ന ആളുകളുണ്ടോ? അപ്പം അങ്ങനെ മരിച്ചു എന്ന് ഫൈദാമാത്ത, അങ്ങനെ മരിച്ചു എന്ന് വെക്കുക. അപ്പം നമ്മളാ രോഗി മരിച്ചു. ഇനി മരിച്ചാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും കൂടെ നമുക്കിപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് പറയാം. മരണപ്പെട്ട് കഴിഞ്ഞു, റൂഹൊക്കെ ശരിക്കും പിരിഞ്ഞു മരിച്ചു എന്ന് ഉറപ്പ് വരണം. മരിച്ചിട്ട് പക്കത്തെ ചക്ക ബസറ ഹോത, അവർ മരിച്ചു കിടന്നപ്പോൾ കണ്ണിങ്ങനെ കീറിയതായിട്ട് കണ്ടു. ചിമ്മാത്ത രീതിയിൽ കണ്ടപ്പോൾ കണ്ണ് ചിമ്മിച്ചു എന്നാണ്. ഇങ്ങനെ അമർത്തിപ്പിടിച്ചു. തുമ്മകാല എന്ന റൂഹ ഇതാ കുറുത തബിയഹുൽ ബസറു, ഒരു റൂഹിനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനോട് കണ്ണ് തുറന്നുകൊണ്ടിരിക്കും. അപ്പൊ കണ്ണ് മീഞ്ഞു കണ്ടായിരിക്കും, അതിനെ ചിമ്മിക്കണം, അടപ്പിക്കണം എന്ന്. എന്നിട്ട് അവർ ദ്വാ ചെയ്തിട്ടൊക്കെ എന്നൊക്കെ ആസൂവായി തങ്ങൾ അവർക്ക് ദ്വാരുന്നു എന്നുള്ളമായ സംഭവമാണ്. ഇതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല, സമയം വേണ്ട പോലില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യണം. ആ കണ്ണ് ചിമ്മിക്കുമ്പോൾ ഒരു സുന്നത്തായിട്ട് ചെല്ലണം. ഞാൻ ചെല്ലാൻ കഴിഞ്ഞില്ലാച്ചിട്ട് ചിമ്മിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. ചിലതൊക്കെ നമ്മൾ ചെയ്യാതിരിക്കേണ്ട, അപ്പൊ ചെല്ലാൻ അറിയില്ല. ചെല്ലലൊന്ന് വേറെ, ചെയ്യലൊന്ന് വേറെ കേട്ടോ. അപ്പൊ ചിമ്മിച്ചു കഴിഞ്ഞാൽ ആ സുന്നത്ത് കിട്ടി. ചെല്ലാൻ കഴിയുമെങ്കിൽ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിങ്ങനെ അടച്ചു കൊടുക്കുക. എനിക്കിപ്പോൾ ചെല്ലാനൊന്നും കഴിയൂല, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിമ്മിക്കൽ വേറെ, ചെല്ലൽ വേറെ, രണ്ട് സുന്നത്താ. അത് ചെയ്യുക. പിന്നെ ഒരു ശീല കൊണ്ട് രണ്ട് താടി തലയിലേക്ക് കെട്ടുക എന്നുള്ളത് അപ്പോൾ ചെയ്യണം. ചിലപ്പോൾ വായി തുറന്നിട്ടായിരിക്കും ശ്വാസം, മൂക്കുടി കിട്ടാതെ വന്നപ്പോൾ തൊള്ളയിൽ കൂടി ശ്വാസം വിട്ട് ആ ഞെരുങ്ങി, അങ്ങനെയൊക്കെയാണ് മരണം പല രീതിയിലല്ലേ. അതിപ്പോൾ നമുക്ക് ഉള്ളു പറയാൻ കഴിയൂലല്ലോ. മരണത്തിൻ്റെ അവസ്ഥ എന്താ, നമ്മളെ റോഡ് പോവല്ലേ. ചെറുങ്ങനെ ഒന്ന് പ്രശ്നമാകുമ്പോൾ തന്നെ നമ്മളെ ശരീരമൊക്കെ ആകെ പ്രശ്നമായില്ലേ. മരിക്കാനെന്താ ആകെ പോവല്ലേ അല്ലാഹുവേ. അപ്പോൾ അശുദ്ധ ലഹയാവും താടി രണ്ടും തലയിലേക്ക് കെട്ടണമെന്നുള്ള അതൊരു ശീല വെച്ചിട്ട് കെട്ടിയാൽ മതി. ഇപ്പം മാസ്കൊക്കെ നല്ല, അത് മാസ്കോണ്ട് കെട്ടാൻ പറ്റുണ്ടാവില്ല, അത് കണ്ണും മൂന്നും കെട്ടില്ല. അങ്ങനെ വെച്ചിട്ട് കെട്ടാനില്ല. മാസ്കോണ്ട് കെട്ടട്ടെ, ആ മാസ്ക് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ മാസ്ക് തിരഞ്ഞെടുക്കരുത്. ഒരു ശീല കൊണ്ട് കെട്ടുക അല്ലേ. അപ്പം അങ്ങനെ ശീല താടിയലിൻ്റെ താഴെയാക്കിയിട്ട് മേലം കെട്ടി ചെവിൻ്റെ പുറത്തുകൂടിയോ അല്ലെങ്കിൽ ചെവിൻ്റെ ഉള്ളിൽ പൊട്ടിയിട്ടോ അത് തലയ്ക്ക് കെട്ടാൻ ആദ്യം ഒന്നിങ്ങനെ കൂട്ടും വേണം. വായി തുറന്നിക്കണമെങ്കിൽ പല്ലൊക്കെ ശരിക്ക് വെച്ച്, ചുണ്ടൊക്കെ ശരിക്ക് വെച്ച് കുറച്ച് നേരം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടേ ശരിക്ക് കൂടണം. ചിലരെ വായി വേണ്ടതുപോലെ കൂടൂല, പല്ലിനൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പം ഒന്ന് ശ്രദ്ധിച്ച് മയമായ രീതിയിൽ ആയിരിക്കണം കേട്ടോ. കടി പിടിച്ചിട്ടാകരുത്. ഒക്കെ കൂട്ടി വെച്ചിട്ട് പിന്നെ ഒരു ശീല വെച്ചിട്ട് നന്നാക്കിയിട്ട് താഴ്ത്തി കിട്ടാം. പിന്നെ പറയില്ല. അവരുടെ വായ് തുറന്ന രീതിയിലാകാതിരിക്കാൻ വേണ്ടിയുമാണ്. പിന്നെ ഹവാമുകൾ, പണ്ട് പ്രാണികളൊക്കെ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയുമാണ്. വായു തുറന്നുകൊണ്ടാണെങ്കിൽ അതിൽ വല്ല ജീവികളൊക്കെ പ്രവേശിക്കുമല്ലോ, പിന്നെയാണെങ്കിൽ അത് കൂട്ടാൻ കഴിയൂല.
അപ്പൊ ആ സമയത്ത് തന്നെ അതൊക്കെ ചെയ്യണം. ഇതൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ? അപ്പൊ ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയൂലേ? കഴിയും. അൽഹംദുലില്ലാ, എല്ലാവരും കഴിയൂലേ? സഹോദരിമാർക്കും അതുപോലെ ഇതൊക്കെ ചെയ്യാൻ കഴിയൂലേ? നിങ്ങൾ ചെയ്തിട്ടില്ലേ? അൽഹംദുലില്ലാ, എല്ലാവർക്കും കഴിയും. ഒന്നും പ്രയാസമുള്ള അതിഞ്ഞപ്പോ അത് കൂട്ടാൻ കുറെ പ്രയാസം നോക്കരുത്. ചിലപ്പോൾ നമ്മൾ വാപ്പയേക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ട് മോനേക്കാരൻ, എന്താ മോനത് ചെയ്യണം. അങ്ങനത്തെ ആളുകൾ തന്നെ ചെയ്യേണ്ടത്. ഇയാളോട് ഏറ്റവും അടുപ്പം സ്നേഹമൊക്കെ ഉള്ള ആൾ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്വന്തം വാരിധ്യങ്ങൾ ചെയ്യാതിരിക്കലാ നല്ലതെന്നുണ്ട്. അനന്തരാവകാശികൾ ചെയ്യാതിരിക്കലാ നല്ലതെന്നൊരു കിതാബിലുണ്ട്. എന്തിനാണ് തെറ്റിദ്ധാരണ വരാതിരിക്കണം. ചൊല്ലിക്കൊടുക്കലൊക്കെ വേറെ ആളുകളാണ് നല്ലത്. കുടുംബമല്ലാത്ത, കുടുംബം എന്ന് പറഞ്ഞാൽ ഇയാൾ മരിച്ചാൽ സ്വത്ത് കിട്ടുന്ന ആളല്ലാത്ത ആളുകളാണ്. കാരണം ഇയാൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ്. എനിക്കൊക്കെ ചൊല്ലി തന്നുകാണ്ട് എന്നെ വലിപ്പിച്ച് എനക്കവിടെ ഒഴിയേക്കാനാണല്ലേ, എന്നിട്ട് കരുതോന്ന് കരുതണ്ടെന്ന് കിതാബ് പറഞ്ഞിട്ടതൊക്കെ. കിതാബിലതൊക്കെ പറഞ്ഞിരിക്കുന്നു. വലിയ രസമാണ് തോന്നുമ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ കിതാബിലുണ്ടായിട്ട് ഉസ്താവന്മാർക്ക് പറഞ്ഞപ്പോഴേ നമുക്ക് വലിയ അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ കിതാബ് ഓതിയപ്പോഴേ മഹല്ലിയിൽ ഇങ്ങനെ വിശദമായി ഇതൊക്കെ പറയണ്ട. നല്ല ഉഷാറാണ് നോക്കിയിരിക്കാൻ. അൽഹംദുലില്ലാ, മഹല്ലി ഇമാമൊക്കെ വല്ലാത്ത ഇമാമിങ്ങൾ അതൊക്കെ ക്രോഡീകരിച്ച് ഒന്ന് വിടാൻ ക്രോഡീകരിച്ച് വെച്ചുകൊണ്ടേ നമ്മളെ ബോധം പോയിട്ടില്ല. കുറേ ആൾക്കാരൊക്കെ ഇതിൽ ബോധം പോയ ആളുകളുണ്ട് അല്ലേ? അൽഹംദുലില്ലാ, അവരൊക്കെ എന്തൊരു ധർമ്മം നമുക്ക് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും നല്ലത് അയൽവക്കാരനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓല് ചെയ്യാതൊക്കെ നല്ലത്. അല്ലെങ്കിൽ മൂപ്പര് തെറ്റിദ്ധരിക്കും. ഇതിൻ്റെ താടിയെ കെട്ടി ശരിയാക്കിയാണ്ട് അനക്ക് നാളെ അവിടെ ഓരച്ചെടുക്കണം. അതിനാണ് ജില്ലയിൽ കരുതോലോ എന്ന് പറച്ചിലുണ്ട്. ഇനി ആരും ഇല്ലാച്ചിട്ട് പുറമൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ചെയ്യും വേണം കേട്ടോ. പറഞ്ഞു. അപ്പൊ താടി കെട്ടണം എന്നുള്ളതാണ്. പിന്നെ തല്ലിയിൽ മഫാസില, അതും അപ്പം തന്നെ വേഗം ചെയ്യണം. ചൂടാറുമ്പോൾ തന്നെ ചെയ്യണം. കെണുപ്പുകളൊക്കെ മിനുസപ്പെടുത്തുക എന്നുള്ള കെണുപ്പുകളെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെണുപ്പുകളുണ്ട് എന്നാ. 360ഓളം കെണുപ്പുകളൊക്കെ ഉണ്ട് എന്ന് വേറെ പറയുന്നു. അത് ഉൾഭാഗം പുറഭാഗം. അതാണ് കെണുപ്പുകളൊക്കെ മിനുസപ്പെടുത്താം, മയപ്പെടുത്താം. അതെങ്ങനെയാണ്? കയ്യിൻ്റെ വിരലുകളൊക്കെ ഒരു വിരലിന് 3 കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്നിങ്ങനെ മടക്കി നിർത്തന്നെ 2-3 പ്രാവശ്യം ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അല്ലേ? അങ്ങനെയല്ലേ? എല്ലാവരും വരണ കാര്യം തന്നെ പറയാൻ തോന്നുന്നു. നിങ്ങൾ പറയും ചിലപ്പോൾ എല്ലാം ചെയ്യാനൊക്കെ തരില്ല മൂല്യന്മാരവിടെ കേൾക്കാം. അപ്പം അങ്ങനെ പിന്നെ ഈ മുൻകൈ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നിർത്ത കുറച്ച് നേരം. പിന്നെ അല്ലേ മുട്ടും കൈ തോൾ കൈയിട്ട് ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ ഇവിടെ ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ അങ്ങനെ കാലും നെരിയാണിൻ്റെ അവിടെ ഒന്നിങ്ങനെ നല്ല ഇറക്കിയിട്ട് മുട്ടും കാലൊന്നും കൂടെ ഉള്ളിലേക്ക് മടക്കി നിർത്തുക. തോടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ശരിക്കും നിർത്തി വെക്കുക അല്ലേ? വല്ല പ്രശ്നത്തിനും പെട്ടത് ഇങ്ങനെ വെച്ചിട്ടാണ് മരിച്ചതെങ്കിൽ ചിലപ്പോൾ വല്ല ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർത്തി വെക്കേണ്ടി വരും. അതിനാണ് നമ്മൾ മരണസമയത്ത് തന്നെ ആളെ കയ്യും കാലൊക്കെ ഇങ്ങനെ നേരത്തെ വെച്ച് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ മരണത്തിൻ്റെ ഇതിൽ ചിലപ്പോൾ കയ്യൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കും, അല്ലെങ്കിൽ ഈ കൈ പിടിച്ചാൽ കിട്ടൂല. ഞാൻ ഒരാളെ മരണത്തിൻ്റെ അടുത്ത് കൂടിയപ്പോഴാണ് ഈ കൈ ഇങ്ങനെ പിടിച്ചു. കുറേ ഇങ്ങനെ വിളിച്ചോക്കി കിട്ടുന്നില്ല. കുറേ വിളിച്ചോക്കി വിട്ട് വെച്ചാൽ പറ്റൂല. അപ്പോൾ കുറേ അങ്ങനെ ആയി. പിന്നെ മറ്റേ ദിവസം ഞാൻ ചൂടുവെള്ളം കുടിച്ചപ്പോൾ ഇങ്ങനെ വെട്ടി പായം തന്നെ നമ്മളങ്ങനെ മണക്കുമ്പോൾ ഒക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ അപ്പം തന്നെ ചെയ്യണം. ഒരു പലതും ചെയ്യേ. മരണത്തിൻ്റെ സമയം എന്താ നമുക്കറിയുന്നു. അവർക്ക് എളുപ്പത്തിലും സുഖത്തിലും ആക്കി തരട്ടെ. നമ്മളെ കാര്യങ്ങളൊക്കെ സമയമാവുമ്പോൾ വേറെ രീതിയിൽ മരണമൊക്കെ ആക്കി തരട്ടെ. ആമീൻ. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണതൊക്കെ ഇതിനൊക്കെ ചിന്തയുമാണ്. നമ്മളെ ശ്രദ്ധയൊക്കെ അങ്ങോട്ട് പോകണം. ദുനിയാവൊന്നും ഒന്നുമല്ല, ഇതൊക്കെയാണ് വലുത്. ദുനിയാവ് ഇങ്ങനെ കുറച്ചുണ്ടായിട്ട് ഇതൊക്കെ കഴിയും ഇന്നത്തെ. അപ്പം അതുകൊണ്ട് തൽജീൽ മഫാസില് സഹോദരിമാർക്ക് മനസ്സിലായില്ലേ? അതൊക്കെ ചെയ്യണം. ഒരു പെണ്ണാണെങ്കിൽ അത് പെണ്ണെന്നെ ചെയ്യാനുള്ള അതൊക്കെ വേണ്ടത്. പിന്നെ അവിടെ ആണ് ചെയ്താലും ആണ് മഹറമായ തൊട്ടാവുന്നവരേത്ത് ആണ് ചെയ്യുക. എന്നാലും അത് പെണ്ണെന്നെയാണ് അതിൻ്റെ റായത്ത് ചെയ്താലുള്ളൂ. തൊട്ടാവുരാത്തരാണെങ്കിലും ഇപ്പോൾ ആങ്ങളെ പെങ്ങൾക്കാണെങ്കിലും ഒരു പരിധി അവിടെയൊക്കെ മനസ്സിൽ തോന്നുമല്ലോ. അതൊക്കെ സഹോദരിമാർ ശരിക്കും മനസ്സിലാക്കി കണുപ്പുകൾ ആക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ മനസ്സിലായിട്ടുണ്ടോ? അവിടുത്തെ മടക്കി നിർത്തി കൊടുക്കുക അറിഞ്ഞില്ലേ? നമ്മളെ മുൻകൈ ഒന്ന് ഉള്ളൊക്കെ മടക്കി നിർത്തുക, വിരലുകളൊക്കെ മടക്കി നിർത്തുക. അതുപോലെ തോളം കൈയൊക്കെ ഒന്ന് ഇണക്കി, അതുപോലെ കാലും അതൊക്കെ നമ്മൾ ശരിക്കും ചെയ്ത് കാലൊക്കെ നീട്ടി വെച്ച്, അതുപോലെ കൈയൊക്കെ നീട്ടി വെച്ച് റെഡിക്ക് കടത്തണം. അപ്പോൾ മരണം ആസന്നമായ സമയത്ത് തന്നെ വല്ലാതെ കാലൊക്കെ ചിലപ്പോൾ മടക്കും. അയാളെ മരണത്തിൻ്റെ വേദന ഉണ്ടോ പ്രയാസമുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ കാലൊക്കെ മടക്കിയില്ല. മുപ്പരെ മടക്കിയാൽ ചിലപ്പോൾ മരിക്കാൻ പോകുന്ന ആൾ മടക്കിയാൽ അങ്ങനെ തന്നെ ഒക്കെ ചിലപ്പോൾ അപ്പം തന്നെ നമ്മൾ പതിക്കുക എന്ന് നടത്തണം. അപ്പം ആ സമയത്തൊക്കെ ആളുകൾ വേണം.
കേട്ടോ. ചിലപ്പോൾ അല്ല രാത്രിയൊക്കെ പെട്ടെന്ന് മരിച്ചു, അപ്പം എന്തൊക്കെ ഒരാളും കണ്ടിട്ടില്ല, അങ്ങനെ മരിച്ചതാണെങ്കിൽ ചിലപ്പോൾ മരിച്ച ആൾക്ക് പല അനുകൂലം ഉണ്ടാവും, കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പം നമ്മൾ പെട്ടെന്ന് കണ്ടേക്ക് അതൊക്കെ നിർത്താൻ ശ്രമിക്കണം. അതുപോലെ ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ച് ഒക്കെ നിർത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ല നമ്മളെ മുന്നിൽ വെച്ചുകൊണ്ടാണെങ്കിൽ ഇവ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ അപ്പം ചെയ്യണം. അതിന് ആണുങ്ങൾക്കാവാം, പെണ്ണുങ്ങൾക്കും അപ്പം അവിടെയുള്ള സഹോദരിമാർക്ക് അതിന് കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സും പഠനം മനസ്സിലാക്കലും ഒക്കെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അങ്ങനെ മരിച്ച ആൾക്കുള്ള കാര്യമാണ് നമ്മൾ പറയേണ്ടത്. ശത്രു ജമീ ബദനി ബിദൗഫിൻ ഖഫീഫ്. അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം നീക്കണം. അതുവരെ ധരിച്ചിരുന്ന വസ്ത്രം, ചിലപ്പോൾ ഫുൾ വസ്ത്രം ഉണ്ടാവാം. ഇപ്പൊ സ്ത്രീ ആണെങ്കിൽ ഒരു ഫുൾ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞപ്പെട്ടിരിക്കുക. അല്ലെ, പുരുഷനാണെങ്കിൽ ചിലപ്പോൾ ഫുൾ വസ്ത്രം എത്തണില്ലേ, എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ മറന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ വസ്ത്രങ്ങൾ മുഴുവൻ നീക്കിയിട്ട് ഒരു നേരിയ വസ്ത്രം കൊണ്ട് ശരീരം മുഴുവനും മൂടണം. നമ്മൾ പറഞ്ഞ രീതിയിൽ കടത്തുമ്പോൾ ആ ശരീരം മുഴുവനും മൂടണം. എവിടെയും കാണണ്ട കേട്ടോ. അതിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി കാലിൻ്റെ ഭാഗത്ത് വസ്ത്രം കാലിൻ്റെ അടിഭാഗത്തേക്ക് ഒന്ന് ചുരുട്ടി വെക്കാം. തലഭാഗത്ത് തലൻ്റെ അടിഭാഗത്തേക്കും ചുരുട്ടി വെച്ച് ആ നിലക്ക് മൂടി കടത്തണം. അത് നമുക്ക് കാര്യമായ ഒന്ന് തന്നെയാണ്. അതുവരെ ധരിച്ച വസ്ത്രമൊക്കെ നീക്കിയതിന് ശേഷം ഒരു വെള്ള വസ്ത്രം കൊണ്ടാണ് മൂടൽ, ആയിക്കോട്ടെ, അതിന് ഏറ്റവും നല്ലത്. അപ്പോൾ വെള്ള വസ്ത്രമാണ് അതിനൊക്കെ ഏറ്റവും നല്ലത്. കയ്യത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം. എപ്പോഴും വെള്ള വസ്ത്രം തന്നെ നല്ലത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പള്ളയുടെ മേൽ വയറിൻ്റെ മുകളിൽ ഒരു അല്പഭാരമുള്ള ഒരു വസ്തു വെക്കണം. എന്നാൽ പള്ള ഉയരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് പള്ളതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഈ പുറപ്പെട്ട് പോരാനുള്ളതൊക്കെ പുറപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ്. മരണ സമയത്ത് തന്നെ കുറേ പുറപ്പെട്ടുണ്ടായിരിക്കും, ഉത്തരമായിട്ടും കഷ്ടമായിട്ടും ഒക്കെ പുറപ്പെട്ടു പോകും. ഇനി ഉണ്ടെങ്കിൽ അതൊക്കെ കുളിപ്പിക്കാനാകുമ്പോഴൊക്കെ ഒക്കെ പുറപ്പെട്ടു പോയാൽ പിന്നെ കുളിപ്പിക്കുമ്പോൾ കുറേ ആയത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഭാരമുള്ള എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബഹുമാനിക്കപ്പെടുന്ന രീതിയിൽ ഭാരമുള്ളതാക്കണം. രണ്ടാൾ കൂടി ഒരു കല്ല് പിടിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ, ബഹുമാനമല്ലല്ലോ. അപ്പോൾ ഇരുമ്പ് ഐറ്റംസിൽ പെട്ടതാണ് നല്ലതെന്ന് കിതാബ് പറയുന്നത്. ഹദീദ് ഇരുമ്പ് വകുപ്പിൽപ്പെട്ടതാണ്. മിർആത്ത് എന്ന് ഒരു കണ്ടു, കണ്ണാടി എന്നൊരു കണ്ണാടി പോലെ എന്ന് പറഞ്ഞു കണ്ടു. അപ്പോൾ ഇരുമ്പിൻ്റെ ഭാഗമല്ലേ നമ്മൾ വെക്കല്. ചെറിയ ഇരുമ്പിൻ്റെ കട്ട കിട്ടി, അല്ലെങ്കിൽ ചാവി താക്കോൽ കൂട്ടം കിട്ടിയെങ്കിൽ അത് വെക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു മുസാഫൊന്നും വെക്കാൻ പാടില്ല എന്നാണ്. കാരണം അവിടെ നജസ്സോ മറ്റോ വരും. അതുപോലെ മറ്റ് സാഹിറുൽ കുത്തുബ്, മറ്റ് കിതാബുകൾ ഉണ്ടെങ്കിൽ ഒരു കിതാബ് എടുത്ത് വെള്ളം വെക്കുക, അതൊക്കെ വെക്കാതിരിക്കണം നല്ലത്. മുസാഫ് തീരെ പറ്റില്ല. അപ്പോൾ നമ്മൾ മേലിട്ടതായ തുണി ഉണ്ട്, ആ തുണി പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാം. പള്ളയുടെ ഭാഗം അഞ്ചത്തേക്കൊണ്ട് വെക്കരുത്, പള്ളയുടെ ഭാഗത്ത് ശരിക്ക് വെക്കണം. ചാടാത്ത രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. ചാടിക്കണമെന്നൊക്കെ നോക്കും ചെയ്യാം, അവിടെ പിന്നെ എടുത്ത് വെക്കണം. ആ രീതിയിൽ അത് വെക്കണം. ഇത്രയും കാര്യം. പിന്നെ ഒന്ന് ശരീരൻ്റെ മുകളിൽ ഒരു കട്ടിൽമ കടത്തുക എന്നുള്ളത്. കട്ടിൽ ഉണ്ടാവുമല്ലോ, ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവണം. ഒരു കട്ടിൽമ കടത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ മരിച്ചതിന് ശേഷം മരിച്ചു എന്ന് ഉറപ്പ് വന്നാൽ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. പറഞ്ഞതിലൊക്കെ പെട്ടിട്ടുണ്ടാവുന്നു, പറഞ്ഞതിലൊക്കെ പെട്ടല്ലേ. മരിച്ചു കഴിഞ്ഞാൽ കണ്ണു ചിമ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ താടി കെട്ടുക എന്ന് പറഞ്ഞു. കെണുപ്പുകളൊക്കെ മടക്കി നിർത്തി മിനുസപ്പെടുത്തുക, മയപ്പെടുത്തുക 3. പിന്നെ ശരീരം മുഴുവനും ധരിച്ചിരുന്ന വസ്ത്രം അഴിച്ചു മാറ്റി വേറൊരു വസ്ത്രം കൊണ്ട് ശരീരം മുഴുവനും മൂടുക. വയറുമേൽ ഒരു ഭാരമുള്ള വസ്തു വെക്കുക. ഒരു കട്ടിലിന്മേൽ കടത്തുക. 5-6 കാര്യങ്ങൾ നമ്മളപ്പം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഇതാണ് മരിച്ചു എന്ന് ഉറപ്പ് വന്നാൽ അപ്പം ചെയ്യേണ്ടതായ സുന്നത്തായ കാര്യങ്ങൾ. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ധൈര്യമല്ലേ? ഇപ്പം നമ്മൾ നിൽക്കുമ്പോഴാണ് ഒരാൾ മരണപ്പെട്ടു വെച്ചാൽ അതൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ അല്ലേ, പ്രയാസം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും ഇല്ലല്ലോ, പ്രയാസമൊന്നുമില്ല. ചെയ്യേണ്ട കാര്യം തന്നെ. നമ്മൾ സ്വന്തം ആളാണെങ്കിൽ ഏറ്റവും നമുക്ക് താല്പര്യമല്ലേ ഒക്കെ ചെയ്യാൻ. അല്ല, അയൽവക്കാരാണെങ്കിൽ ഏറെ താല്പര്യമില്ല. അയൽവക്കാർക്കാണ് നമ്മളെല്ലാ കാര്യം ചെയ്തു കൊടുക്കേണ്ടത്. ഒരു ജീവിതകാലത്ത് എത്ര കാര്യം നമുക്ക് ചെയ്തെന്ന്. കുടുംബമാണെങ്കിൽ, അതുപോലെ ബന്ധപ്പെട്ട സുഹൃത്താണെങ്കിൽ ആ സുഹൃത്ത് നമ്മളൊപ്പം നടക്കുകയായിരുന്നു. ഇന്നിപ്പോൾ മയ്യത്ത് യാക്ക് കസറാണ് മയ്യത്ത്. ജനാസ എന്ന് പറയും, മയ്യത്ത് എന്നും പറയും. ജനാസ എന്നൊരു പ്രത്യേക സമയത്താണ് പറയാൻ. അങ്ങനെയുണ്ട്. ആ കട്ടിലിൽ വെച്ച് വെക്കുമ്പോഴാണ് ജനാസ എന്ന് പറയാം.
കട്ടിലിൽ വെക്കുമല്ലോ, അപ്പോഴാണ് ഇതിന് ജനാസ എന്ന് പേര് എന്ന് പറയുന്നുണ്ട്. സാധാരണ മരിച്ച ആൾക്ക് മയ്യത്തുൻ, മരണപ്പെട്ടവൻ, മാത്ത എമീത്തു, മാത്ത അതിൻ്റെ മാതിയ മരിച്ചു, എമീത്തു മരിക്കും. പിന്നെ അതിൻ്റെ സ്വാഭാവികാരം മയ്യത്ത്, മയ്യത്ത് അതിന് കെസറ മയ്യത്ത് എന്നാ കേട്ടോ. നമ്മൾ മജ്ജത്ത് എന്ന് ഉപയോഗിക്കും, മജ്ജത്ത് എന്ന് വെറുതെ ഉപയോഗിക്കുക, അതൊന്നിനും കൊള്ളില്ല. അത് അങ്ങോട്ട് പറയാൻ ലേശം കുറിച്ചും പോകുന്നുള്ളൂ. അതന്നെ നല്ലതും, കാരണം അത് ഈ സ്ഥാനത്തല്ല. അതങ്ങനെ ആയതുകൊണ്ട് കഴിച്ചിലായി, അല്ലെങ്കിൽ അത്രയും മരിച്ചിന് നമ്മൾ വിളിച്ചു കുറച്ചിലും വരും. മജ്ജത്ത് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് നാളത്തെ അല്ല സാർ പറഞ്ഞ ഒരു ലഹളത്തും കലീല കുറഞ്ഞൊരു സമയം എന്നാ മജ്ജത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ വലിയൊരു വാക്കായി പറയേണ്ടതാ. കുട്ടികൾ കളിക്കുമ്പോഴേ പറയരുത് കേട്ടോ, ഞാൻ പറയാൻ വേണ്ടി പറയല്ല സഹോദരന്മാരെ. ചിലപ്പോൾ വന്നു പോകും നമുക്കതൊക്കെ, അതൊക്കെ ഒഴിവാക്കാം. പറഞ്ഞാലതങ്ങനെ വാക്ക് പറയാന്നുള്ളൂ, ഒന്നിനും പെടാത്തൊരു വാക്കാ കേട്ടോ. നമ്മൾ മയ്യത്തിനെ ഓർത്ത് പറയാം, പക്ഷെ മയ്യത്തും അതൊരു ബന്ധമല്ല. മയ്യത്ത് എന്ന് പറഞ്ഞാൽ മയ്യത്ത് എന്ന് തന്നെ ശരിക്കും പറയണം. അതിനൊന്നും സമയം ഉണ്ടാവില്ല നമുക്ക്, വേഗം ചൂടായി പറയല്ലേ. അപ്പം അതങ്ങനെ തന്നെ നല്ലത് കേട്ടോ. അന്നും പറയണ്ട, ചീത്ത വാക്കൊക്കെ പറിച്ചു ഒഴിവാക്കണം. ഇതൊക്കെ അല്ല നമ്മളെ ഈ കടത്തൽ, ഇതൊക്കെ അല്ല നമ്മളെ കഥ. എപ്പോഴാ താടി കെട്ടണമെന്ന് പറയാൻ കഴിയൂല, എപ്പോഴാ പള്ളമ്മ കയറ്റേക്കണമെന്ന് പറയാൻ കഴിയൂല, എപ്പോഴാണ് നമ്മളെ ഈ തുണിപ്പാക്ക് മാറ്റി വേറെ അണിയിക്കുമെന്ന് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ പഠിച്ച റബ്ബേ. അപ്പൊ അനുഗ്രഹിക്കണേ അമ്മ. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാല് ഇത്തരം കാര്യങ്ങളാ. പിന്നെ മരണസമയത്ത് ഒരാൾക്ക് മരിക്കാനുള്ള സക്കറാത്ത് വന്നാൽ, ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സക്കറാത്ത് സമയത്ത് കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ പറ്റാത്ത സഹോദരന്മാരുണ്ടെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു പോകേണ്ടത് നല്ലതാണ് അല്ലേ. റഹ്മത്തിന്റെ മലായിക്കത്തുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് കുളിയുള്ള സമയമാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. ഏതെങ്കിലും സഹോദരന്മാർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കുറച്ചൊന്ന് വിട്ടിപ്പിടൊക്കെ നല്ലതാണ്. എന്താ അവിടെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ വരട്ടെ. റഹ്മത്തിന്റെ മലായിക്കത്തുകൾക്ക് അങ്ങനെയൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാവും. അതുപോലെ രൂപങ്ങൾ ഉണ്ടാവും, ഓരോ രൂപങ്ങൾ വാങ്ങിക്കൊടുക്കും. അതല്ലാത്തപ്പോഴും പറ്റൂല കേട്ടോ. വീട്ടില് ജീവനുള്ള വസ്തുക്കളെ രൂപങ്ങൾ, ജീവനുള്ള വസ്തുക്കളെ രൂപങ്ങൾ ചില ഷോക്കേജ് പോയി വെക്കാൻ നിറച്ച് എത്ര പൈസ ഉണ്ടെങ്കിലും അത് കാണുന്നൊക്കെ വാങ്ങും. എന്തിനാണത്? വെറുതെ വീട്ടിലെ വർക്കത്ത് നശിപ്പിക്കുക എന്നല്ലാതെ ഒരു കാര്യം. അതൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് എടുത്ത് വലിച്ചു ഒഴിച്ചു വരിക, അല്ലെങ്കിൽ വലിച്ചു വരികയൊക്കെ ചെയ്യാം കേട്ടോ. അല്ല പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവച്ച് ഇട്ട് കൊണ്ടേക്കാം. കാരണം ആക്കെ റഹ്മത്തിന് തടസ്സമാകാൻ പാടില്ല. ഈ മരണപ്പെടുന്ന ആളെ ചിലപ്പോൾ മൂപ്പര് മേടിച്ചു കൊടുത്തതിനെ കാരണം എന്നാലും ശരി നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. മൂപ്പര് നല്ല ആൾക്കാർ പോയിക്കോട്ടെ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതാ. പിന്നെ ആ സമയത്ത് എല്ലാവരും നല്ല നല്ല വർത്താനം പറയാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാസീന് റായത് പോകുക. പിന്നെ മരിക്കാൻ പോകുന്ന ആളുടെ അത് കാണുമ്പോൾ അടുത്തടുത്ത ആളുകൾക്കൊക്കെ കരച്ചിൽ വരും. അല്ലെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പ് വരുമ്പോൾ കരച്ചിൽ വരുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കരച്ചിൽ എന്നൊരു കാരുണ്യത്തിന്റെ കരച്ചിൽ, കണ്ണിന്നൊരു വെള്ളമൊക്കെ പൊട്ടി വരും, അത് കാരുണ്യ. അല്ലാതെ ഒന്നായിട്ട് അട്ടാചിച്ചുകൊണ്ട് വാവിട്ട് കരയുക, നിലത്ത് കുടിക്കാർന്ന് ഉരുളുക, മുടിയൊക്കെ പാടെ ചിന്തിച്ചെതിര, മാറത്തടിക്കുക, മാക്ചോ എന്താ ഇട്ടുകൊച്ച വലിച്ചു പൊളിക്കുക, അങ്ങനത്തെ കരച്ചിലൊന്നും പ്രിയപ്പെട്ട സഹോദരിമാരെ ആരും കരയരുത്. അത് ഹറാമാ, അത് ഹറാമായ കരച്ചിലാ. ഒരാൾ നമ്മളെ അപ്പ മരണപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളെ മകൻ മരണപ്പെട്ടു, അപ്പൊ നമുക്ക് ചെറിയ കണ്ണിന്നൊക്കെ കണ്ണില്ല, അത് ആദ്യം റഹ്മത്തൊന്നാ, അത് കാരുണ്യ, അത് പിടിച്ചാൽ കിട്ടാത്തതാ. റസൂലുള്ളാഹി തങ്ങളുടെ മകളുടെ മോന് മരണപ്പെട്ടപ്പോ, മരണപ്പെട്ട സമയം റസൂലുള്ളാഹി അത് കണ്ടപ്പോ കണ്ണിന്ന് ഇങ്ങനെ ഫാദത്ത് അയിലാവൂന്നാ പറഞ്ഞു. പേരക്കുട്ടി വെച്ചപ്പോഴേ കണ്ണിന്നുണ്ട വെള്ളം ഇങ്ങനെ വെച്ച് വരുന്നുണ്ട്. അപ്പൊ തന്നെ അവിടെ സഹാബി ചോദിച്ചു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാഹാദാ യാ റസൂലല്ലാഹ്, എന്താ ഈ കരയേണ്ടത്? കരയാൻ പറ്റൂലെന്നല്ലേ? അപ്പൊ റസൂൽ പറഞ്ഞു, ആദിഹി റഹ്മത്തുൻ ജഅലഹാ ഫീ ഖുലൂബി ഇബാദിഹി, ഇത് ആ കരച്ചിലല്ല, ഇത് അടിമകളുടെ ഹൃദയത്തിൽ അല്ലാഹു ആക്കിയ കാരുണ്യമാണ് എന്ന് റസൂൽ അവിടെ പറഞ്ഞു കൊടുത്തു എന്നും വേറൊരിടത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങള് ഒരാള് മരണത്തിന്റെ സന്ദർഭം കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിന്ന് കണ്ണുനീര് വന്നു. അപ്പൊ ചോദിച്ചു, മഹാദാ അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഇന്നൽ കൽബ ഇന്ന ദംഅ, കണ്ണുനീര് ഒഴുകും, വൈനൽ കൽബ തഹ്സനു, ഹൃദയത്തിൽ ദുഃഖമുണ്ടാകും, അത് കാരുണ്യമാണ്. അതല്ല വിലക്കപ്പെട്ടത്. ഒന്നായിട്ട് ശബ്ദിക്കുക, എനിക്ക് നീ ആരാണ്, ഞാൻ എന്തിനാണ് എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊന്നും പറഞ്ഞു പോകരുത്, പ്രത്യേകിച്ച് സഹോദരിമാരോട് പ്രത്യേകിച്ചും. അപ്പം അങ്ങനെയൊന്നും ഇല്ല, മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ എൻ്റെ സ്വബറും മറ്റും പല അതൊക്കെ ആണ്, നല്ലതാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. ചിലപ്പോൾ കണ്ണുനീര് നമ്മൾ അറിയാതെ ഒലിക്കും, ചെറിയൊരു കരച്ചിൽ വരും, അത് കാരുണ്യമാണ്, ഇല്ലാതെ ഇരിക്കൂല കേട്ടോ. ഇല്ലെങ്കിൽ ഉണ്ടാക്കൊന്നും വേണ്ട, ഉണ്ടെങ്കിൽ ഉണ്ടായാൽ മതി കേട്ടോ. അതേപോലെ കണ്ണിലെന്തെങ്കിലും കരച്ചുകാൻ ഉണ്ടാക്കൊന്നും വേണ്ട, അതൊന്നും വേണ്ട, ഉണ്ടെങ്കിൽ മതി, പൊട്ടിയെങ്കിൽ പൊട്ടിയാൽ മതി. ചിലവർ അപ്പോഴും പൊട്ടൂല, വൈക്കോളം പൊട്ടണ്ട, പോകുമ്പോൾ പൊട്ടിക്കോളൂ, എന്താ കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ മരിച്ച് ശരിക്കും കിടത്തി നമ്മൾ കേട്ടോ. മരിച്ച് കിടത്തിയില്ലപ്പോ, കിടത്തിയില്ലേ? ആ, വെള്ളന്റെ മുകളിലൊക്കെ വെച്ചല്ലോ,
ഒരു ശരീരം കൊടുന്ന് കട്ടിൽ കൊടുന്ന് അതിമൊക്കെ കടത്തിനെ. അപ്പോൾ ഒരാളെ മരിക്കുന്ന വരെയുള്ള കാര്യം മരിച്ച് ഒക്കെ റെഡിക്ക് കടത്തിയിട്ടുണ്ടപ്പോൾ കേട്ടോ. ഇനി ഇവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ഞാൻ 4 കാര്യങ്ങൾ ഇയാൾക്ക് ചെയ്തു കൊടുക്കൽ ഉസ്താദ് പറഞ്ഞ മതി ഫർദ് കിഫായുണ്ട്. ഒന്ന് ഹുസ്ന കുളിപ്പിക്കല, ഒന്ന് കഫൻ ചെയ്യല, പിന്നെ നിസ്കരിക്കൽ, മറമാടൽ. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് തുടർന്ന് പറയാനുള്ളത്. ഇപ്പോൾ 4 മണിയായി പോകാൻ കൊടുക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ